വെൽക്കം ടു TRP സ്പെഷ്യൽ. വീണ്ടും ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ട്രാൻസ്ഫർ വിൻഡോ ആയതുകൊണ്ട് എല്ലാ ദിവസവും ട്രാൻസ്ഫർ ലൈവ് നമ്മൾ പോകുന്നുണ്ട്. അവൻ വരും ഇവൻ വരും എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് എന്താണ് ലിവർപൂൾ ആരെയും മേടിക്കാത്തത്, എങ്ങനെയാണ് ആർസണൽ വിനീഷ്യസ് ജൂനിയറിനെ മേടിക്കാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് ന്യൂകാസിൽ ഇത്രയും റിച്ചസ്റ്റ് ഓണേഴ്സ് ആയിട്ടും അവർക്ക് പ്ലേയേഴ്സിനെ വിൽക്കേണ്ടി വരുന്നത്, മാഞ്ചസ്റ്റർ സിറ്റി പെട്ടെന്ന് വലിയ ക്ലബ്ബായി, അതുപോലെ ന്യൂകാസിലിന് ആയിക്കൂടെ. ആസ്റ്റൺ വില്ല ഓണേഴ്സ് ആർ ഓൾസോ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഓണേഴ്സ് ഐ തിങ്ക് ആസ് ഓഫ് നൗ. ദേ ഹാവ് ഹ്യൂജ് വെരി ബിഗ് ഓണേഴ്സ്. പക്ഷെ അവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനാണ് ഹാർവി എലിയറ്റ് അവിടെ പോയിട്ട് കളിക്കാണ്ട് തിരിച്ചു വന്നത്? സോ ഇതിന്റെ ഒക്കെ ബേസിസ് എന്താണ് എന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോവാണ്. അതായത് ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ടോപ്പിക് ശരിക്കും കുറച്ച് എന്താ പറയാ, നോർമൽ ഫുട്ബോൾ ടോപ്പിക് അല്ല. ഫിനാൻസ്, അതായത് ഫുട്ബോളിന്റെ ട്രാൻസ്ഫേഴ്സും ഫുട്ബോളിന്റെ നടത്തിപ്പിൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് കേട്ടോ. നമ്മളിത് ആരും ഇവിടെ ഇരിക്കുന്നവര് ഫുട്ബോൾ ഫിനാൻസ് എക്സ്പേർട്സ് അല്ല. ആരും ഫിനാൻസ് എക്സ്പേർട്സ് തന്നെ അല്ല. മിത്രനാണ്, ഞാനും ഹരിയും അല്ല. അപ്പോ ബേസിക്കലി FFP അതാണ് ഇതിന്റെ ഒരു ബേസ്, ഫിനാൻഷ്യൽ ഫെയർ പ്ലേ. അതും പിന്നീട് വന്ന PSR-ഉം ഇപ്പം ഈ സീസൺ തൊട്ട് പ്രീമിയർ ലീഗിൽ വരുന്ന SCR, ഇതിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതൊക്കെ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. ഒന്നാമത് മിത്രനോട് തന്നെ ചോദിച്ചു തുടങ്ങാം. ഫിനാൻഷ്യൽ ഫെയർ പ്ലേ ഒരിക്കലും ഫെയർ ആയിരിക്കും? വളരെ ബ്രോഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഇതില് എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ വെക്കുമ്പം എവിടെ എങ്ങനെയാണ് ഫെയർനെസ് കൊണ്ടുവരിക എന്നുള്ളത് ഫുട്ബോൾ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രീസിലും എല്ലാ ഡൊമൈൻസിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിൽ എല്ലാ ഇൻഡസ്ട്രീസിലും എല്ലാ ഫീൽഡിലും നമ്മൾ അനുഭവിച്ചു വരുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ഫുട്ബോളിലും ഇതേപോലെ പല പല രീതിയിൽ കയ്യൂക്കുള്ള പലരും കാര്യക്കാരാവുകയും അവരതിലൂടെ എത്രയോ വലിയ ക്ലബ്ബുകളാവുകയും വളരെയധികം സക്സസും അതോടൊപ്പം പൈസയും അതോടൊപ്പം നഷ്ടവും അതോടൊപ്പം ഒരു ഹൈസ് ആൻഡ് ലോസിലൂടെ പല ക്ലബ്ബുകളും പോവുകയും എന്നാൽ അതിനോട് കമ്പീറ്റ് ചെയ്ത് ചെറിയ ക്ലബ്ബുകൾ നാമാവശേഷമാകുകയും അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളിലൂടെ പോവുകയും എന്നാൽ ചില രാജ്യത്തെ ഫുട്ബോൾ ലീഗുകൾ തന്നെ അതിൻ്റെ ഒരു ത്രെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വ്യൂവർഷിപ്പിൻ്റെ ഒരു ത്രെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവരുടെ സ്പെൻഡിങ് പവറിന് അല്ലെങ്കിൽ അവർക്ക് അട്രാക്ട് ചെയ്യാവുന്ന പ്ലേയേഴ്സിൻ്റെ കഴിവുകൾക്കൊരു ത്രെറ്റ് വരികയും അങ്ങനെ വളരെ വേൾഡ് വൈഡ് ആയിട്ട് ഫുട്ബോൾ ഒരു കഴിഞ്ഞൊരു 20 കൊല്ലത്തിനുള്ളിൽ 20-25 കൊല്ലത്തിനുള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇപ്പം 2000 മുതലൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ 3 പേരും കളി കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ കളി കണ്ടു തുടങ്ങി ആദ്യത്തെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഫുട്ബോളിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതിലും വലുതാണ്. ആ ഒരു മാറിയ ഫുട്ബോൾ, അത് ഫുട്ബോൾ മാത്രമല്ല ലോകത്തെ എല്ലാ ഇൻഡസ്ട്രീസിലും അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് പല രീതിയിൽ പല പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സിൽ കാണാം. അപ്പോൾ അതിലേക്ക് ഫുട്ബോൾ എത്രയോ മാറിയപ്പം അതിനനുസരിച്ച് അതിനെ ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന അതിനെ അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന റൂൾസിന് മാറാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് കാരണങ്ങളുകൊണ്ട് വന്നതാണ്. ആളുകളും ഈവൻ ഗവൺമെന്റ്സും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും വലിയ വലിയ പൈസ ഉള്ള ആളുകളും വന്നതാണ്. പക്ഷെ അതിനെ എത്രത്തോളം നമുക്ക് ഗവേൺ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഫുട്ബോൾ ബോഡീസിനെ എങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അവിടുന്നാണ് ഈ ഫെയർനെസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമുക്കുള്ളൊരു കൺസേൺ തന്നെ വരുന്നത്. കൺസേൺ, അതാണ് ശരിക്കും വാക്കില്. ഹരി എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം മിത്രം പറഞ്ഞ പോലെ 2000 നമ്മുടെ ഒരു ജനറേഷൻ ഒരു 98 വേൾഡ് കപ്പ് ഫ്രാൻസ് ജയിക്കുന്നതും അവിടെ നിന്നൊക്കെയാണ് ഫുട്ബോളിനോടൊരു താല്പര്യം നമ്മുടെ ജനറേഷൻ വന്നത്. എനിക്ക് തോന്നുന്നു 2002 പീക്കിലെത്തി ബ്രസീൽ വേൾഡ് കപ്പ് ജയിക്കുന്നതോടുകൂടി അവിടെ നിന്നാണ് ഇവരൊക്കെ ഏത് ക്ലബിനാണ് കളിക്കുന്നതെന്നും എന്താണ് റയൽ മാഡ്രിഡ് എന്നും ലിവർപൂൾ എന്നും കേട്ടറിയാം. പക്ഷെ ഇതിനെക്കുറിച്ചൊരു ധാരണ വരുന്നത് അതിൽ നിന്നൊരു സിഗ്നിഫിക്കന്റ് ചേഞ്ച് ആയിരുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു ആ പ്രായത്തിൽ തന്നെ മനസ്സിലായ ഒരു സാധനമാണ് ചെൽസി എന്നൊരു ക്ലബിന്റെ ഉദയം. അതായത് ചെൽസി പണ്ടത്തെ ഹിസ്റ്റോറിക് ക്ലബ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു റോമൻ അബ്രാമിച്ച് എന്നൊരാള് വരുന്നു, ആ ക്ലബിനെ മേടിക്കുന്നു. ഒരു വിൻഡോയിൽ തന്നെ, അതായത് നമ്മൾ വേൾഡ് കപ്പിൽ കണ്ട
മികച്ച താരങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ബലാക്ക്, അത് ഇത് ഒരുപാട് പ്ലേയേഴ്സ് ഐ കാൺ നെയിം. ഇപ്പം എടുത്തു പറയണമെങ്കിൽ ഫസ്റ്റ് വിൻഡോയിൽ മേടിച്ച പ്ലേയേഴ്സ് ഐ കാൺ. ആരായിരുന്നു ഫസ്റ്റ് ബാച്ച്? എനിക്ക് തോന്നുന്നു ഡേമിയൻ ഡഫ് ഒരു ഗ്യാങ് തോന്നുന്നു, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഡേമിയൻ ഡഫും പിന്നെന്താ പറയാ നമ്മുടെ വുഡ് ജോൺസൺ, ഡ്രോഗ്ബ, വുഡ് ജോൺസൺ, അതെ. ബലാക്ക് വന്നു, പിന്നെ ഷെവ്ചെങ്കോ വന്നു. ബലാക്ക് ഷെവ്ചെങ്കോ ലേറ്റർ ആണ്. യെസ്. അപ്പോ ബേസിക്കലി ചെൽസി ഫാൻസ് കാണാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതല്ല, ഇത് ഫുട്ബോളിന്റെ ഒരു മാറ്റത്തിനെ കുറിച്ചാണ് ചർച്ച. ചെൽസി ചെറിയ ക്ലബ്ബാണോ അതൊക്കെ ഇനിയിപ്പം വേറെ ഡിസ്കഷൻ ആണ്. ദിസ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് 2004 ചെൽസി റോമൻ മേടിക്കുന്നു. ആ റോമനോട് കമ്പീറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അന്ന് ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇൻ മാർക്കറ്റ്, ട്രാൻസ്ഫർ മാർക്കറ്റിൽ. പിന്നെ വന്നത് 2010 2008 2009 കാലഘട്ടത്തിൽ സിറ്റി 9 അല്ലെ, സിറ്റി ഓണർഷിപ്പ് മാറുന്നു. അത് അതിനെക്കാട്ടും വലിയൊരു ചേഞ്ച് ആയിരുന്നു ഫുട്ബോൾ. ഇറ്റ് വാസ് ലൈക്ക് എ സ്റ്റേറ്റ് ഓൺ ടീം, ഒരു അബുദാബി പ്രിൻസിന്റെ ടീം എന്ന രീതിയിലേക്ക് അത് മാറി. സോ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു ഫിനാൻഷ്യൽ ഫെയർ പ്ലേ എന്ന ഒരു മിത്രം പറഞ്ഞ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ശ്രമം തുടങ്ങിയത് അല്ലെ. സോ ഹൗ ഫാർ വി ഹാവ് അച്ചീവ്ഡ്? ഇപ്പം 3 റൂളായി, FFP മാറി, PSR ആയി, SCR ആയി. ഹൗ ഫാർ വി ഹാവ് കം ഇൻ ടേംസ് ഓഫ് റെഗുലേറ്റിംഗ് ഈ കൈൻഡ് ഓഫ് സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓർ മാസീവ് ഓണേഴ്സ് വെൽത്ത് കമ്മിങ് ഇൻ ടു എ ക്ലബ്? അതെന്താണ് ഹരിക്ക് തോന്നുന്നത്? എനിക്ക് നമ്മൾ എവിടെയും എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്തുള്ള ഒരു പോസിറ്റീവ് തിങ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ എന്നുള്ള പേര് മാറ്റി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കാരണം ഇത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് എവർ അബൌട്ട് ഫെയർ പ്ലേ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഒരു ഫെയർ പ്ലേ എന്നുള്ള സംഭവം പോസിബിൾ അല്ല ഫുട്ബോളിൽ നിന്നല്ല. ബേസിക്കലി ലൈഫിന്റെ മാത്രം പറഞ്ഞ പോലെ തന്നെ ഒരു സെക്ടറിലും ഫെയർ പ്ലേ പോസിബിൾ അല്ല. കാരണം ആൾക്കാരെല്ലാം ഒരു എത്രത്തോളം സോഷ്യലിസം പ്രസംഗിച്ചാലും ഒരു പെർസെന്റേജ് ആൾക്കാരെല്ലാം സെൽഫിഷ് ആയിരിക്കുന്നിടത്തോളം ഫെയർ പ്ലേ എന്ന് പറഞ്ഞ സംഭവം പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ എന്ന് പറഞ്ഞ സാധനം മാറ്റിയത് നന്നായി. കാരണം അത് ഭയങ്കര മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ആയിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതെല്ലാം ലൂപ്പ് ഹോൾസ് ഫിൽഡ് ആയിരുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് കുറെ ലൂപ്പ് ഹോൾസ് ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ഐ മീൻ ടെക്നിക്കലി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് പുതിയ ലൂപ്പ് ഹോൾ വരും എന്നുള്ളതാണ് എന്റെ പ്രഡിക്ഷൻ. നമ്മൾ ബേസിക്കലി ഞാൻ അക്കൗണ്ടിങ് പഠിച്ചിരിക്കുന്ന ഒരാളല്ല, എങ്കിൽ പോലും അക്കൗണ്ടിങ്ങിലെ പരിപാടിയും അത് തന്നെയാണല്ലോ. അപ്പോൾ പുതിയ റൂൾസ് വരുമ്പോഴത്തേക്കും പുതിയ ലൂപ്പ് ഹോൾസും അതിനൊപ്പം പുതിയ വരും. ഇപ്പൊ നമുക്കറിയില്ല, നമ്മൾ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് അല്ലാത്ത കാരണം നമുക്ക് ഇനി വന്നു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഏടാ ഇതൊരു ലൂപ്പ് ഹോൾ ആയിരുന്നല്ലോ എന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലാവുള്ളൂ. അപ്പോൾ FFP ആയിരുന്നെങ്കിലും PSR ആയിരുന്നെങ്കിലും അതിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. കോൺട്രാക്ട് മറ്റേ ലെങ്ത് കൂട്ടിയിട്ട് അമോർട്ടൈസ് ചെയ്യുന്നതും, അതായത് മറ്റേ എന്താ പറയുക സിസ്റ്റർ ഓർഗനൈസേഷൻസിനെ സ്വയം മേടിച്ച് അത് നമ്മുടെ റവന്യൂലേക്ക് കാണിക്കുന്നതും, അതേപോലെ പ്ലെയർ ട്രേഡിങ്സ് ഇൻഫ്ലേറ്റഡ് റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇൻകമിങ് പ്ലെയറിന്റെ റേറ്റ് ഇത് ലോങ്ങർ പീരീഡിൽ അമോർട്ടൈസ് ചെയ്യുക. അങ്ങനെ അതേസമയം സെല്ല് ചെയ്ത അസറ്റിന്റെ വാല്യൂ ഒറ്റ ഇതിലത് കാണിച്ചിട്ട് എന്താ പറയുക ബാലൻസ് ഷീറ്റ് സെറ്റ് ആക്കുക എന്ന് പറഞ്ഞ പരിപാടി. അങ്ങനത്തെ പരിപാടികളെല്ലാം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഞാൻ ക്ലബ്ബുകളൊന്നും പേരെടുത്ത് പറയുന്നില്ല, വെറുതെ ഇതൊരു ഫാൻ ഫൈറ്റ് ആക്കി മാറ്റാനായിട്ട് എന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഹോൾസ് ഉണ്ടായിരുന്നു. അത് FFP ആണെങ്കിലും അതെ, PSR ആണെങ്കിലും അതെ. അപ്പൊ ഇതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് പക്ഷെ എത്രത്തോളം വർക്ക്ഔട്ട് ആവും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുക എന്ന് തന്നെ പറയാനായിട്ടുള്ളൂ. അതിപ്പോ ഈ പുതിയ ഇതിനകത്താണെങ്കിൽ പോലും ആ ലൂപ്പ് ഹോൾസ് പോകുമ്പോഴത്തേക്കും പുതിയ ലൂപ്പ് ഹോൾസ് ആയിരിക്കും വരിക. പിന്നെ ഇതെല്ലാം ഒരു ലൂപ്പ് ഹോൾ ഇല്ലെങ്കിലും, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു ലൂപ്പ് ഹോൾ ഇല്ലെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സിറ്റി ചെയ്തതുപോലെ ബുക്സ് കുക്ക് ചെയ്താലും മതി. കാരണം നമ്മൾ റിയൽ ആയിട്ടുള്ള സംഭവമല്ല കാണിക്കുന്നുണ്ടെങ്കിൽ ഈ എല്ലാ റൂൾസും ഗോസ് ഔട്ട് ഓഫ് ദി വിൻഡോ. അപ്പോ ഈ ഫുട്ബോൾ ക്ലബ്സ് ഓൺ ചെയ്യുന്നത് ലോകത്തിലെ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഐ മീൻ ടോപ്പ് ഇൻ ഫുട്ബോൾ ക്ലബ്സ് ബിസിനസ്മെൻ ആയിരിക്കുന്നിടത്തോളം കാലം അവര് എല്ലാം ബേസിക്കലി ക്രോണി ക്യാപിറ്റലിസ്റ്റ് ആണ്. സോ അവർക്കറിയാം ഹൗ ടു ട്വിസ്റ്റ്. ഇതിനേക്കാളും വലിയ രാജ്യങ്ങളുടെ റൂളുകൾ അവര്
മറ്റേ ട്വിസ്റ്റ് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെയാണ് ഒരു യുഎഫ എത്രത്തോളം കറക്റ്റ് ആണെന്ന് നമുക്കറിയാം, പ്രീമിയർ ലീഗ് എത്രത്തോളം കറക്റ്റ് ആണെന്ന് നമുക്കറിയാം, ഫിഫ എത്രത്തോളം കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെയാണ് ഇവർ കൊണ്ടുവരുന്ന റൂള് ട്വിസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് ഇവർ കൊണ്ടുവരുന്ന റൂള് ബെൻഡ് ചെയ്യാനായിട്ട് ഈ ക്യാപിറ്റലിസ്റ്റ് ഓൺഡായിട്ടുള്ള ക്ലബുകൾക്ക് പാട്. സോ എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം, മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഓക്കെ, നമുക്ക് ബേസിക്കലി ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഇതെന്നൊന്ന് പറയാം. ആദ്യം 2010 ഈ ഇങ്ങനൊരു റൂള് യുഎഫ കൊണ്ടുവന്നത്. ഫിനാൻഷ്യൽ ഫെയർ പ്ലേ ഒരു ഫ്രെയിം വർക്ക്, ഇങ്ങനെ ഒരു ക്ലബ്ബ് വന്നിട്ട് ബേസിക്കലി ആദ്യം സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ട്രഡീഷണൽ ബിഗ് ക്ലബ്സ് അല്ലാത്ത ക്ലബ്സ് ഇതിന്റെ ഒരു ഫോറയിലേക്ക് വന്നപ്പോ നമ്മുടെ റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആർസണൽ, ലിവർപൂൾ, ഈവൻ ബയൺ മ്യൂണിച്ച്, ഇവർക്കൊക്കെ അവരുടെ അടിത്തറ ഇളകിയ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക് വേണം എന്നുള്ള ഒരു സിസ്റ്റം വന്നത്. ആ സിസ്റ്റത്തിൽ തന്നെ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു അല്ലെ? അതായത് ക്ലബ് ഷുഡ് നോട്ട് സ്പെൻഡ് മോർ ദാൻ വാട്ട് ദേ ഏൺ. ഇവിടെ ഇതിന്റെ ഒരു കോർ ഇഷ്യൂ ഈ ലൈനാണ്. ഇതിന്റെ ഈ എല്ലാ ലോസിന്റെയും ബേസ് ഇതാണ്. പക്ഷെ ഹൗ ക്യാൻ എ ന്യൂ ക്ലബ്, ഞാനിപ്പോ ന്യൂ കാസിൽ ഫാന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാണ്, ഞങ്ങളുടെ ക്ലബ്ബ് വി ഏൺ ഓൺലി ലെറ്റ്സ് സേ 200 million a year. ഹൗ ആർ വി എവർ ഗോയിങ് ടു ക്ലൈം? എങ്ങനെയാണ് ഞങ്ങൾ റയൽ മാഡ്രിഡ് ആയിട്ടും ലിവർപൂൾ ആയിട്ടും യുണൈറ്റഡ് ആയിട്ടും കമ്പീറ്റ് ചെയ്യാം? അവിടെ എന്ന് പറഞ്ഞാൽ അതാണ് അതിലൊരു രസം. കാരണം എന്താ വെച്ചാൽ മുമ്പ് വന്ന ക്ലബ്സ് ഒക്കെ, വലുതായ ക്ലബ്സ് ഒക്കെ ഇപ്പൊ വലുതായിക്കൊണ്ടിരിക്കുകയും ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ ഇനി പുതുതായിട്ട് ആരും ചാലഞ്ച് ചെയ്യണ്ട എന്ന്, ഇപ്പൊ ഈവൻ കോഎഫിഷ്യൻ റേഷ്യോ ചേഞ്ച് ചെയ്തതും, യുഎഫയിലെ ടോപ്പ് ക്ലബ്സിന്റെ റെപ്രസെന്റേഷനും ടോപ്പ് ലീഗ്സിൽ നിന്നുള്ള ക്ലബ്സിന്റെ റെപ്രസെന്റേഷനും ഒക്കെ പതുക്കെ അവർ ട്വീക്ക് ചെയ്ത് ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയ കുറെ ക്ലബ്സ്, ടോപ്പ് ക്ലബ്സ് അതേപോലെ നിലനിൽക്കണം, അതേ ലീഗ്സ് അതേപോലെ നിലനിൽക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പം ഇറ്റ് ബിക്കംസ് വെരി ഹാർഡ് ഫോർ എ ന്യൂ ക്ലബ് ഫ്രം എ ന്യൂ കൺട്രി ടു ക്ലൈംബ് അപ്പ് ദ ലാഡർ ഇൻ യുഎഫ. ഇറ്റ് ബിക്കംസ് വെരി ഹാർഡ് ഫോർ ലൂട്ടൺ ടൗൺ ടു ആക്ച്വലി ബിക്കം ടോപ്പ് 10 ക്ലബ് ഇൻ പ്രീമിയർ ലീഗ്. അപ്പം ഈവൻ SCR പോലും അതൊരു പരിധി കൂടുതൽ തന്നെ തടയാൻ പറ്റുമെന്നൊന്നും നമുക്ക് തോന്നില്ല. അപ്പൊ ഈ എന്തൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് വരുമ്പോഴും അതൊന്നും ആ ഒരു സിസ്റ്റമിക് ഇഷ്യൂ ആയ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റിൽ ഇൻ കൺട്രോൾ, അല്ലെങ്കിൽ അവരാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്, അവരാണ് കണ്ടീഷൻസ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ ചാലഞ്ച് ചെയ്യാൻ ആർക്കും പറ്റില്ല. അതെന്താന്ന് വെച്ചാൽ ഈ റൂൾസ് ഉണ്ടാക്കുന്നതും അതിനെ വോട്ട് ചെയ്യുന്നതും അതിനെ ചാലഞ്ച് ചെയ്യുന്നതും എല്ലാം it happens within football clubs, within executives, within Premier League. It's not done by an independent regulator. ഇപ്പം വേറെ പല ഇൻഡസ്ട്രീസിലാണെങ്കിൽ ഇപ്പൊ ലേബർ ലോ ചെക്ക് ചെയ്യാൻ ഒരു ഇൻഡിപെൻഡന്റ് റെഗുലേറ്റർ, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെക്ക് ചെയ്യാൻ ഒരു ഗവൺമെന്റ് റെഗുലേറ്റർ, അങ്ങനെ പല ഇൻഡിപെൻഡന്റ് റെഗുലേറ്റേഴ്സ് ഹു ആർ either employed by the government or elected by the people. അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ who are സിവിൽ സർവൻസ് ഓഫ് ദ കൺട്രി, അങ്ങനെയുള്ളൊരു ഫ്രെയിം വർക്ക് ഫുട്ബോളിലില്ല. ഫുട്ബോളിലുള്ളത് എക്സിക്യൂട്ടീവ്സ് തന്നെയാണ് ഇരുന്നിട്ട് ഓക്കെ ഇത് വേണോ അത് വേണോ ഇത് വേണോ എന്ന് വോട്ട് ചെയ്യുന്നത്. അവരത് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? അവരൊരിക്കലും ഓക്കെ എന്റെ ക്ലബിന് ഭാവിയിൽ ചാലഞ്ച് ചെയ്യാൻ കുറച്ചുപേര് വന്നോട്ടെ, എന്നാ ഞങ്ങൾ വോട്ട് ചെയ്യാം, അങ്ങനെ ആരും വോട്ട് ചെയ്യില്ല. അപ്പം പ്രീമിയർ ലീഗ് ക്ലബ്സ് വിൽ വോട്ട് ഫോർ ദംസെൽസ്. ഒരു ചാമ്പ്യൻഷിപ്പിലെയോ ലീഗ് 1 ലീഗ് 2 ക്ലബ്സ് വന്നിട്ട് എന്നെ ചാലഞ്ച് ചെയ്യണം, ഭാവിയിൽ ഒരു വിന്നർ ആവണം എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ വിചാരിക്കുന്ന പ്രീമിയർ ലീഗ് ക്ലബ്സ് ഉണ്ടാവില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരുടെ ഇടയിൽ, ആ പ്രീമിയർ ലീഗ് വോട്ട് ചെയ്യുന്ന 20 ക്ലബ്സിന്റെ ഇടയിൽ ഒരു പാരിറ്റി വരുത്തണം എന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ മാർജിനൽ ചേഞ്ചസ് അവർ കൊണ്ടുവരും. അത്ര അവർക്ക് അവരുടെ ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ്ലി റീവാമ്പ് ചെയ്യണം എന്ന് ഒരു ആഗ്രഹമില്ല എന്നുള്ള എൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ SCR വോട്ട് ചെയ്തതിനെ ആങ്കറിങ് അവർ ഒഴിവാക്കി. അതായത് എന്തെങ്കിലും രീതിയിൽ അതായത് ഒരു 3 പ്രപ്പോസൽ ലെയറിന്റെ ഒരു പ്രപ്പോസൽ ആങ്കറിങ് ആയിരുന്നു. ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCRന്റെ കൂടെ SCR വോട്ട് ചെയ്ത് ജയിപ്പിച്ച് SCRന് ഒരു 15 വോട്ടോ എന്തോ കിട്ടി. ആങ്കറിങ് ആകെ 7 വോട്ട്. ആങ്കറിങ്ങിന് ആകെ 6 വോട്ട് 7 വോട്ട്. ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 20 ക്ലബ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ ക്ലബിന്റെ
റവന്യൂ എത്ര, അത്രേ ബാക്കിയുള്ള എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത്. അത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക, ഇപ്പം ഒബിയസ്ലി ഇവരുടെ മെയിൻ സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫീസും വേജസും ആണ്. അപ്പൊ എവറി ക്ലബ് വിൽ ഹാവ് ടു ബ്രിങ് വേജ് ക്യാപ്. അപ്പം പ്രീമിയർ ലീഗിന് തന്നെ ഒരു ഇനവേ ത്രെറ്റാണ്. അപ്പം ജർമ്മനും ബാക്കി ലീഗിനൊക്കെ അപ്പൊ കമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ വല്ല ലൂട്ടൺ ഡൗണോ വല്ല ചെറിയ ക്ലബ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു. അപ്പം മാൻ സിറ്റിക്കൊക്കെ വേജ് എങ്ങനെ അത് മാനേജ് ചെയ്യും എന്നുള്ള പോലും അവർക്കറിയില്ല. അപ്പൊ അത് അവർ അപ്പം തന്നെ എടുത്ത് ഒഴിവാക്കി. പിന്നെ നെക്സ്റ്റ് ബെസ്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള രീതിയിലാണ് അവർ SCR കൊണ്ടത്. SCRൽ ഓക്കെ ഇത്രേ സ്പെൻഡ് ചെയ്യാൻ PSR കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്നതാണ് PSR. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്ന പ്രീമിയർ ലീഗ് ആണ്. UEFAക്ക് അവരുടേതായ വേറെ കുറെ റൂൾസ് ഉണ്ട്. പ്രീമിയർ ലീഗിൽ PSR ഇസ് ബേസിക്കലി ഒരു 3 വർഷത്തിന്റെ അസസ്മെന്റിൽ $105 മില്യൺ ലോസ് വരെ ഒരു ക്ലബിന് ഉണ്ടാവാം. അതാണ് ഇത്രയും നാള് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ ഒരു മെയിൻ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നോക്കി വരുമ്പോഴേക്കും ആ ലീഗ് ആ കൊല്ലം കഴിഞ്ഞു പോയി, ആ ക്ലബ്ബ് ട്രോഫിയും ജയിച്ചോ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് കയറി എവിടെ എത്തിപ്പോയി, പിന്നെയും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാനാണ് SCR കൊണ്ടുവന്നത്. വേറൊരു ഇഷ്യൂ PSRന്റെ കേസിൽ നമ്മളെല്ലാവരും കാണുന്നതാണ്. അത് ശരിക്കും ഫുട്ബോളിന് വല്ലാണ്ട് അത് ബാധിച്ചു. ഈ അക്കാഡമി പ്ലേയേഴ്സിനെ ഫുൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അങ്ങ് വിറ്റ് വീണ്ടും ചെൽസിയുടെ പേര് പറയാൻ സങ്കടമുണ്ട്. എന്നാലും ചെൽസിയുടെ യു കാൺ ബ്ലെയിം ദ ബോർഡ്. നമുക്കൊരിക്കലും ഇവരെ മോറലി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ഡൂയിങ് അതിന്റെ ഹരി പറഞ്ഞ പോലെ ലൂപ്പ് ഹോൾ നോക്കിയിട്ട് വിമൻസ് ടീം വെക്കുന്നു, അല്ലെങ്കിൽ ട്രെയിനിങ് സെന്റർ വെക്കുന്നു, അല്ലെങ്കിൽ അക്കാഡമി പ്ലേയേഴ്സിനെ ഫുൾ പ്രോഫിറ്റിൽ വിൽക്കുന്നു. ആ ഒരു സാധനം ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇഫ് യു ആർ സെല്ലിംഗ് ഒരു അക്കാഡമി പ്ലെയർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേർട്ടിസ് ജോൺസ് നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കേർട്ടിസ് ജോൺസിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ബുക്സിൽ വാല്യൂ 0 ആണ്. സോ അയാളെ എത്രയാണോ വിൽക്കുന്നത് അത് ഫുൾ പ്രോഫിറ്റ് ആയിട്ട് വരും. കമ്പയർഡ് ടു, ഞാൻ റാൻഡം ഫിഗർ പറയാണ്, ഒരു ലെറ്റ്സ് സേ മെക്കാലിസ്റ്ററിനെ നമ്മൾ 50 മില്യൺ വിൽക്കുന്നു. പക്ഷെ പുള്ളിയുടെ നമ്മൾ മേടിച്ചത് 35 മില്യൺ ആണ്. 35 മില്യൺ വിൽ എമോർട്ടൈസ്, അതായത് 5 ഇയർ കോൺട്രാക്ട് ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് വരും. സോ ബേസിക്കലി ആ ഡിഫറൻസ് ഉണ്ടല്ലോ വളരെ കുറവായിരിക്കും. ഈ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് എല്ലാ ക്ലബ്സും അക്കാഡമി പ്ലേയേഴ്സിനെ സെൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സാഡസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് PSR, അല്ലേ ഹരി? അതെ, തീർച്ചയായിട്ടും. അത് ഇപ്പൊ ഞാനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് മേ ബി ഐ ആം റോങ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഫിനാൻസ് എക്സ്പേർട്ട് ഒന്നും അല്ല. എങ്കിൽ പോലും ഈ മോർഗൻ റോജേഴ്സ് ആൻഡ് ഗർണാച്ചോ ഡീല്, ഗർണാച്ചോ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ റെപ്യൂട്ടേഷൻ ഇല്ലാത്തൊരു കളിക്കാരനാണ്. ഇപ്പൊ അവൻ പോയി കളിച്ചിട്ട് ഒരു ക്ലബിലെ ഫാൻസിനോ അവനെ കുറിച്ച് താല്പര്യമില്ല എന്നല്ല തന്നെയല്ല, എവിടെ പോയി കളിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വെറുപ്പ് സമ്പാദിച്ചിട്ട് പോന്നേക്കുന്ന ഒരാളാണ്. ആ കളിക്കാരന് ഇത്രയും പൈസ കൊടുത്തിട്ട് ആസ്റ്റൺ വില്ല മേടിക്കാന്ന് പറഞ്ഞാൽ, ആസ്റ്റൺ വില്ല ആക്ച്വലി കമ്പാരിറ്റീവ്ലി വെൽ റൺ ക്ലബ്ബാണ്. അത് വെൽ റൺ ക്ലബ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിനാൻസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവർ പൊതുവെ അവരുടെ ഫുട്ബോളിംഗ് ഡിസിഷൻസ് ആർ ഡീസെന്റ്. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ കുറെ സീസണിലായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ദേ ഹാവ് എ ഗുഡ് മാനേജർ, അത് വേറൊരു കാര്യം. എങ്കിൽ പോലും അപ്പോൾ ആസ്റ്റൺ വില്ല പോലത്തെ ഒരു ക്ലബ്ബ് അത് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ എനിക്കറിയില്ല SCR ഓൾറെഡി ഇൻഫോഴ്സ് ആയോ ഇല്ലല്ലോ? ഈ സീസൺ തൊട്ടായി. അല്ല, ഈ വിൻഡോയ്ക്ക് അപ്ലിക്കബിൾ അല്ലല്ലോ. ഈ വിൻഡോയ്ക്ക് അപ്ലിക്കബിൾ ആണ് ജൂലൈ 1 മുതൽ. മോർഗൻ റോജേഴ്സ് പെടില്ല, അതേ പറഞ്ഞത്. അപ്പൊ അതിനു മുമ്പ് തിരികെ കയറ്റിയതാണ് സാധനം. അതായത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഗൻ റോജേഴ്സ് ഓൾറെഡി പോയേക്കുന്നത് ഒരു വലിയൊരു എന്താ പറയുക ഇൻഫ്ലേറ്റഡ് എമൗണ്ടിനാണ്. ഓക്കെ, എലിറ്റ് ആൻഡേഴ്സൺ നോക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഇൻഫ്ലേറ്റഡ് അല്ല എന്ന് പറയാം. ഈ മോർഗൻ റോജേഴ്സിന്റെ ഈ ഇൻഫ്ലേറ്റഡ് എന്താ പറയുന്നത് ട്രാൻസ്ഫർ ഇത് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ക്ലബും തമ്മിലുള്ള ഒരു ചെക്ക് ബുക്ക് കളിയാണ്. അത് പൊതുവെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വെൽ സ്പോക്കൺ അബൌട്ട് ആയിട്ടുള്ള സാധനം ആർദർ പിയാനിക് സ്വാപ്പ് എന്നാണ് മറ്റേ ബാഴ്സലോണയും യുവന്റസും തമ്മിൽ ചെയ്തത്. അന്നേരം തൊട്ടാണ് ഈ ഒരു സ്വാപ്പിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ PSR വരുത്തി വെച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് എന്താ പറയുക, ക്ലബുകൾ തമ്മിൽ തന്നെ ധാരണയിലെത്തിയിട്ട് ട്രാൻസ്ഫർ ഫീസ് ഇൻഫ്ലേറ്റഡ് ആക്കുക, എന്നിട്ട് ഇൻകമ്മിങ് ആണെങ്കിൽ അത് 8, 9, 10, 11 വർഷത്തെ ഡീലുകളിൽ അമോർട്ടൈസ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ഒരു തരം എന്താ പറയുക ടെക്നിക്കലി അതിനുള്ള ലൂപ്പ് ഹോൾ അവിടെ ഉണ്ടായിരുന്നിട്ടാണ്. എങ്കിൽ പോലും
അത് ബേസിക്കലി റൂള് ബെൻഡ് ചെയ്ത് ജമ്പ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ പുതിയ ഇതിനകത്ത് അത് നിലവിൽ ബ്ലോക്ക് ചെയ്യുന്നു പറയുന്നുണ്ട്, പക്ഷെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അത് ഉണ്ടാവില്ല എന്നുള്ളത് കറക്റ്റ് ഒരു പ്രോപ്പർ ഫിനാൻസ് എക്സ്പെർട്ട് പറയാൻ പറ്റുള്ളൂ. ആര്യ പറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പൊ ലിവർപൂൾ ഒരു 100 മില്യൺ പ്ലെയറിനെ മേടിച്ചു എന്നിരിക്കട്ടെ, 100 മില്യൺ ലെറ്റ്സ് സേ. 100 മില്യൺ നമ്മൾ ആരും മേടിച്ചിട്ടില്ല ഇതുവരെ, 100 മില്യൺ ആയിക്കോട്ടെ, റായനെ മേടിച്ചു 100 മില്യൺ. സോ 5 വർഷത്തെ കോൺട്രാക്ട് ആണ്. സോ 100 മില്യന് 5 വർഷത്തെ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു വർഷം നമ്മൾ കാണിക്കുന്നത് 20 മില്യൺ ആണ്. നമ്മുടെ അക്കൗണ്ട്സിൽ 20 മില്യന് വരുന്നുള്ളൂ. പ്ലസ് പുള്ളിയുടെ വേജസ് കിടക്കട്ടെ, 200 പെർ വീക്ക് ആണെങ്കിൽ ഒരു 10 മില്യൺ വേജും വരും. സോ ടോട്ടലി ഒരു വർഷം ഈ റായന്റെ പേരിൽ നമ്മുടെ അക്കൗണ്ട്സിൽ കാണിക്കുന്നത് 30 മില്യൺ ആണ്. സെല്ല് ചെയ്യുമ്പോൾ നമ്മളിപ്പോ കേർട്ടിസ് ജോൺസിനെ വിറ്റു, 40 മില്യൺ വിറ്റ് കഴിഞ്ഞാൽ 40 പ്ലസ് കേർട്ടിസിന്റെ വേജസ് ആ ഒറ്റ വർഷത്തിൽ നിന്ന് അക്കൗണ്ട്സിൽ സെയിൽസ് ആയി കാണിക്കും. അതായത് 100 മില്യന്റെ പ്ലെയറിന്റെ വാല്യൂ ഒരു വർഷം ബുക്സിൽ 30 വന്നാലും സെയിൽ കാണിക്കുമ്പോൾ 40ന്റെ നമുക്ക് ഒറ്റടിക്ക് ഫുൾ നമുക്ക് കാണിക്കാൻ പറ്റും. ഇതാണെന്നു PSRന്റെ മെയിൻ പ്രശ്നം. അതായത് ടീം സ്റ്റാർട്ടഡ് സെല്ലിംഗ് പ്ലെയേഴ്സ്, അങ്ങിങ്ങ് വലിയ വാല്യൂന് വിൽക്കാൻ തുടങ്ങി. കാരണം ഇപ്പം എന്റെ ക്ലബ്ബ് ലിവർപൂൾ ഇപ്പൊ ഹരിയുടെ ക്ലബിന് ഒരു പ്ലെയർ വിൽക്കുന്നു, ഇപ്പം ലെറ്റ്സ് സേ ഗർനാച്ചോ ഫോർ 60 മില്യൺ. ഹരിക്ക് അത് 60 മില്യൺ ആയിട്ട് കാണിക്കാം, എനിക്ക് 60 മില്യൺ കാണിക്കാം സെയില്. പക്ഷെ ഹരിക്ക് വലിയ പ്രശ്നം വരില്ല, കാരണം ഹരി അയാൾക്ക് ഒരു 5 വർഷത്തെ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ അത് എത്രയാ, 15 അങ്ങനെ ചെറിയ എമൗണ്ടിൽ വരും. സോ ഇതാണ് ബേസിക്കലി അക്കൗണ്ടിങ് രീതിയിൽ, ഞാൻ പറയുന്ന ക്യാഷ് ഫ്ലോ അല്ല, അക്കൗണ്ടിങ് രീതിയിൽ വരുന്നത്. SCR ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണ്ട കൃത്യമായിട്ട്? PSR നമുക്ക് മുഴുവൻ പറഞ്ഞു പോണ്ടേ? ഏതാ PSR നീ പറഞ്ഞു പോണോ? PSR പറഞ്ഞു. അല്ല, അപ്പൊ PSR ഈ 105 over 3 years എന്ന് ആ ഒരു ഇത് പറഞ്ഞാൽ ഈ 105 വുഡ് മീൻ മോർ ടു എ സ്മോൾ ക്ലബ് ലൈക്ക് സണ്ടർലാൻഡ് കമ്പയർഡ് ടു മാൻ സിറ്റിന്റെ റവന്യൂ തന്നെ 700+ ആണ്. അവർക്ക് 105 എത്ര വലുതാണോ അതുപോലെയല്ല സണ്ടർലാൻഡ്. അപ്പൊ അവിടെ ഒരു ഫെയർനെസ് പ്രശ്നമുണ്ട് ഒന്ന്. പിന്നെ രണ്ട് പറഞ്ഞാൽ ഇത് അൾട്ടിമേറ്റ്ലി ഇവര് 2 രീതിയിൽ അഡ്രസ് ചെയ്യാം. ഒന്ന്, ഈ ക്ലബ്സ് ഈ ലോസ് വന്ന് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുന്ന കൺട്രോൾ ചെയ്യാനാണ് ഈ PSR ഉള്ളത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ വലിയ ക്ലബ്ബുകൾ 100-200 മില്യൺ സ്പെൻഡ് ചെയ്ത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫിനാൻസസ് തടയാനും കൂടിയാണ് ഇതുകൊണ്ട്. ഇപ്പൊ വലിയ ക്ലബ്ബുകൾ എന്താ ചെയ്യുന്നത്, അവര് പല രീതിയിൽ PSRനെ പല രീതിയിൽ കുക്ക് ചെയ്തു. ലോസ് മേക്കിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ക്ലബ്സ് നിന്നോ അതില്ല. ഇപ്പോഴും ക്ലബ്സ് ഹയർ വേജസിന് ഉണ്ട്. ഈവൻ ഐ തിങ്ക് 2 കൊല്ലം മുമ്പത്തെ വെസ്റ്റ് ഹാം ബുക്കിൽ $100 മില്യൺ അടുത്ത് ലോസ് ഉണ്ടായിരുന്നു. ഈവൻ ലാസ്റ്റ് ഇയറും ഐ തിങ്ക് ഇറ്റ് ഇസ് എക്സ്പെക്ടഡ് ടു ഹാവ് അത്ര തന്നെ ലോസ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിൽ ഒരു നോട്ടബിൾ പോയിന്റ് ഉണ്ട്. പ്രീമിയർ ലീഗ് തുടങ്ങിയ ശേഷം അതിന്റെ ഒരു ഫെയിം കൊണ്ടും പിന്നെ ഇംഗ്ലീഷ് കുറച്ചും കൂടി എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് കൊണ്ട് ഇതിലെ ദ റവന്യൂ ഗ്രൂ അപ്പ് ബൈ 3000% എന്തോ പ്രീമിയർ ലീഗിലേക്ക് വരുന്ന പൈസ ഗ്ലോബലി 90s മുതൽ കേട്ടോ 3000% കൂടി. പക്ഷേ അതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ വേജസും ട്രാൻസ്ഫർ ഫീയും 4000 സംതിങ് എന്തോ. ഈ ഒരു ഡിസ്പാരിറ്റി കൂടി വന്ന് പല ക്ലബും ജസ്റ്റ് സ്റ്റേ അപ്പ് ചെയ്യാൻ വേണ്ടി പൈസ കളഞ്ഞ് ലോസ് മേക്കിംഗ് ആവുകയും പിന്നീട് വിൻഫോൾ പേയ്മെന്റ് കിട്ടിയിട്ട് പോലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ പ്രീമിയർ ലീഗിൽ നിന്ന് നേരെ ലീഗ് 1 വരെ പോകുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഇവർ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് PSR ഉണ്ടായിരുന്നു. PSRൽ നിന്ന് ഇവർക്ക് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഇൻഡിവിജ്വൽ ഓരോ ഐറ്റം റെഗുലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അറ്റ് എ ഹൈ ലെവൽ ലോസ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഓക്കെ, ലോസ് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ക്ലബ്സ് പ്ലേയേഴ്സിന് സ്പെൻഡ് ചെയ്യുന്ന കുറയും, അല്ലെങ്കിൽ വേജസ് കൂടുതൽ കൊടുക്കുന്ന കുറയും, ഏജന്റ് പേയ്മെന്റ്സ് കൂടുതൽ കൊടുക്കുന്ന കുറയും. അതാണ് വേറെ ഒരു ഐഡിയ. പക്ഷെ ക്ലബ്സ് എന്താണ് പല രീതിയിൽ ഇതിനെ കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ അമോർട്ടൈസേഷൻ വഴി ക്ലബ്സിന്റെ സ്വാപ്പ് ഡീൽസ് വഴി കുക്ക് ചെയ്യുന്നു. പിന്നെ ആസ്റ്റൺ വില്ല, ചെൽസി ഒക്കെ വുമൺസ് ടീംസിനെ കംപ്ലീറ്റ്ലി വിറ്റിട്ട് അത് മൊത്തം സെയിലായി കാണിച്ചിട്ട് അതൊക്കെ റവന്യൂ ആയിട്ട് കാണിച്ചിട്ട് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേഡിയം വേറൊരു എൻറ്റിറ്റിക്ക് വിറ്റിട്ട് ആ എൻറ്റിറ്റിന്റെ അടുത്ത് നിന്ന് ലീസിനെടുത്ത്
അത് ലീസിന് എടുത്തു കഴിഞ്ഞാൽ റെന്റ് പേയ്മെന്റ്സ് മാത്രം കാണിച്ചാൽ മതിയല്ലോ. പക്ഷെ സെല് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം പിന്നെ റെന്റ് പേയ്മെന്റ്സ് ഇതിൽ വരുമില്ല, PSRൽ വരുമില്ല, as far as I know വരില്ല. ഇല്ല. അങ്ങനെ അതൊന്ന് കുക്ക് ചെയ്യുന്ന ഒന്ന്. ഒന്ന് രണ്ട് ക്ലബ്സിന് പണി കിട്ടുകയും ചെയ്തു. പക്ഷെ there are clubs bigger than the normal clubs who don't even report finances correctly. കാരണം for them hiring a $20 million worth of group of lawyers is worth it to fight PSR അല്ലെങ്കിൽ charges than to not spend 100 million 200 million on players. അങ്ങനെ പല പല രീതിയിൽ ഇവനെ ബൈപ്പാസ് ചെയ്തപ്പോൾ ഇവർക്ക് കൺട്രോൾ ചെയ്യാതായി. കാരണം ഇവർക്ക് ഈ വൺ ലൈൻ ഓഫ് റൂൾ അല്ലെങ്കിൽ 2-3 ലൈൻസ് ഓഫ് റൂൾസ് വെച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആകെ പ്ലെയർ സ്പെൻഡിങ്ങും വേജസ് കൊടുക്കുന്നതും പ്ലെയർ സ്പെൻഡിങ്ങും പിന്നെ ഏജൻസിന് കൊടുക്കുന്ന കമ്മീഷൻസും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കൂടുതൽ ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് SCRലേക്ക് വരുന്നത്. കാരണം UEFA കുറച്ചും കൂടി അത് UEFA കോമ്പറ്റീഷൻസിന്റെ അടിയിൽ അവർ ചെയ്യുന്നുണ്ട്. അവിടെയാണ് SCR കുറച്ചുകൂടി ഈസിയർ ടു മാനേജ് ഇവർക്കാവുന്നത്. പക്ഷേ ഇറ്റ് ഡസൻ അഡ്രസ് ദ ഫാക്ട് ദാറ്റ് ക്ലബ്സ് വിൽ സ്റ്റിൽ കണ്ടിന്യൂ ടു മേക്ക് ലോസസ് ആൻഡ് ദേ മൈറ്റ് ഗോ എനിവെയർ. അപ്പം അവർക്ക് ഇപ്പൊ ഒരു കുറെ സ്റ്റാഫിനെ കളയുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അവര് എന്തൊക്കെ രീതിയിൽ ഇനി ഔട്ട്സൈഡ് ഓഫ് ഈ പ്ലെയർ സെയിൽസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വലിയൊരു കൺട്രോൾ ഇല്ല. പിന്നെ അതിലൊരു SSR എന്ന് പറഞ്ഞ സസ്റ്റൈനബിലിറ്റി നോക്കുന്ന ഒരു ഇതുണ്ടെന്നുള്ളൂ. പക്ഷെ അത് എങ്ങനെ ഈ ഹരി പറഞ്ഞല്ലോ നേരത്തെ, ഇതെങ്ങനെ ഇനി കുക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. SCR ഒരു ക്ലബിന്റെ ബ്രൈറ്റസ്റ്റ് മൈൻഡ്സ് are working more on how to bypass these rules rather than spending it on scouting or making money. അല്ല ഹരി, അതിനകത്ത് പ്രശ്നം അത് തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മള് ആക്ച്വലി ഇതിന്റെ ഒരു എന്താ പറയുക ബെറ്റർ വേയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ബ്രൈറ്റൺ ആണെങ്കിലും ബേൺമത്ത് ആണെങ്കിലും ഒക്കെ ഇത് അവര് നന്നായിട്ട് ലൈക്ക് എന്താ പറയുന്നത് സ്കൗട്ടിങ്ങിലും അവരുടെ ബാക്കി ട്രാൻസ്ഫേഴ്സിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവര് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഓൺ ദ പിച്ച് റിസൾട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ബ്രൈറ്റൺ ആണെങ്കിലും മാനേജർ മാറി 2 പ്രാവശ്യം എന്തോ മാനേജർ മാറി. എന്നിട്ടും അവരുടെ പെർഫോമൻസ് ലൈക്ക് ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. അവരുടെ ലീഗ് ഫിനിഷേഴ്സും തമ്മിലൊന്നും വലിയ ഒരു കൺസിസ്റ്റന്റ് ആണ് നമുക്ക് പറയാം. ഓക്കെ, അവർ നെക്സ്റ്റ് ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്നില്ല എന്നുള്ള സത്യമാണ്, എങ്കിൽ പോലും കൺസിസ്റ്റന്റ് ആണ് നമുക്ക് പറയാം. സോ അതിന്റെ ഒരു ബ്രൈറ്റ് സൈഡ് ആണ് ആക്ച്വലി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകളെല്ലാം ഈ പറഞ്ഞ പോലെ ഇത് എന്താ പറയുക ഉടായ്പ കാണിച്ച് എങ്ങനെ സെറ്റാക്കാമെന്ന് നോക്കണതിന്റെ ആ ഒരു എഫേർട്ട് ഇതിനകത്തേക്ക് റൈറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ പറയുന്നത് അത് ഫുട്ബോളിനും നല്ലതാണ്. ആക്ച്വലി ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. അതിപ്പോ ഈവൻ ഞാനിപ്പോ എനിക്ക് പലപ്പോഴും ബാക്കിയുള്ളവർ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട് ലിവർപൂൾ സ്പെൻഡ് ചെയ്യണം, 100 മില്യൺ മേടിക്കണം, 125 മില്യൺ മേടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരു എന്താ പറയുക 15 മില്യൺ 20 മില്യൺ ഒരു ട്രാൻസ്ഫർ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ആക്ച്വൽ എബിലിറ്റി എന്ന് പറയുന്ന സാധനം. അതാണ് എബിലിറ്റി. അല്ലാതെ ഈ എന്താ പറയുന്നത് ബുക്സ് അല്ലെങ്കിൽ അല്ല അത് ഇപ്പൊ തീരെ കാര്യമില്ലാണ്ടായി മാറി. കാരണം വെച്ചാല് പേര് കേട്ടേക്കണ ആളാണെങ്കിൽ 60 താഴ്ന്ന പരിപാടിയില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ ഇതെല്ലാം ഈ ഇൻഫ്ലേറ്റ് ആവാനുള്ള കാരണം ഇത് തന്നെയാണ്. ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഇതൊന്ന് റിസ്ട്രിക്ട് ചെയ്യാൻ കൊണ്ടുവന്ന സാധനം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് അതിനകത്ത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അത് 2 കാര്യം ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള 2 കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഇത് PSR ആണെങ്കിലും ഇത് കൊണ്ട് FFP ആണെങ്കിലും കൊണ്ടുവന്നുകൊണ്ട് പോസിറ്റീവ് ഉണ്ടായ 2 കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എക്സെപ്റ്റ് ഒരു ചെറിയ 1-2 എക്സെപ്ഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ മിക്ക ക്ലബ്സും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു പോസിറ്റീവ്. അതായത് പണ്ട് പലപ്പോഴും ഫാൻസിന് അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. ഇപ്പൊ നമ്മളിപ്പോ ലിവർപൂളിൽ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഹിഗ്സ് ആൻഡ് ഗില്ലറ്റ് ഉണ്ടായിരുന്ന സമയത്ത് റാഫ ബെനിറ്റസ് ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഫാൻസിനോട് പറഞ്ഞപ്പോഴാണ് പലരും അറിയുന്നത് എന്താണ് അവസ്ഥ എന്നും എത്ര ശോകമാണ് അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് പലരും അറിയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് പ്രോപ്പറായിട്ട് റിപ്പോർട്ടിങ് പബ്ലിഷ് ഓക്കെ പബ്ലിക്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള ക്ലബ്സ് ദേ ആർ ബൗണ്ട് ടു പബ്ലിഷ്. നേരത്തെ തന്നെ അങ്ങനെയായിരുന്നു. അതല്ലാത്ത ക്ലബ്സിന് പലരും അത് പബ്ലിഷ് ഒന്നും ചെയ്യുന്നില്ല, ചെയ്താൽ തന്നെ പ്രോപ്പർ ആയിരിക്കില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊരു 90% മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ക്ലബ്സ് ആനുവലി അവരുടെ എന്താ പറയുന്നത് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ സെക്കൻഡ്ലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മളിപ്പോ ബാക്കിയുള്ള പല
സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ പ്രീമിയർ ലീഗ് തന്നെയാണ്. ഇപ്പോഴും പ്രീമിയർ ലീഗിലെ ക്ലബ്സിന്റെ ഇടയിൽ ഡിസ്പാരിറ്റി ഭയങ്കരമാണെങ്കിൽ പോലും, ഫിനാൻഷ്യൽ സ്പെൻഡിങ് പവറിലെ ഡിസ്പാരിറ്റി ഭയങ്കരമാണെങ്കിൽ പോലും, ഒരു കോമ്പറ്റീറ്റീവ്നെസ് മറ്റ് ലീഗിനെ അപേക്ഷിച്ച് പ്രീമിയർ ലീഗിനുള്ളത്, പ്രീമിയർ ലീഗിലെ റൂൾസ് കുറച്ചും കൂടിയൊക്കെ ഭേദമാണ് എന്നുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മിത്രം പറഞ്ഞാലും പല ക്ലബ്സും പോകുന്നതിന്, ഈ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അത് ഇന്റൻഷൻ അതായിരുന്നോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അതിൽ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. അത് അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നുള്ളത് പറയണോ? ലൈക് ക്ലബ്സ് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുന്നത് എന്താണെന്നുള്ളത് പറയണോ? ഗോയിങ് ഡൗൺ അത്ര പറഞ്ഞത് റിലഗേഷൻ അല്ല, ഫിനാൻഷ്യലി ബസ്റ്റ് ഫിനാൻഷ്യലി ബെസ്റ്റ് ആവുന്നതല്ല. ബേസിക്കലി ഫിനാൻഷ്യലി ബെസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ക്ലബിനെ അഡ്മിനിസ്ട്രേഷനിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടൻസ് ആയിരിക്കും പിന്നെ ക്ലബ്ബ് റൺ ചെയ്യുന്നത്. എക്സെപ്റ്റ് കോച്ചും മാനേജറും പ്ലേയേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം അക്കൗണ്ടൻസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. അവർ ആദ്യം കൊടുക്കാനുള്ള പേജസ് കൊടുത്തു തീർക്കുക, അങ്ങനെ പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ടായിരിക്കും ക്ലബ്ബ് റൺ ചെയ്യുക. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷനിലേക്ക് ആവുന്നത് തടയുക എന്നുള്ളത് ഒരു ഇന്റൻഷനോടുകൂടി കൊണ്ടുവന്നതാണ് ഈ സാധനം എന്ന് പറയപ്പെടുന്നു. അതിന് കുറെയൊക്കെ സാധിച്ചിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഇപ്പൊ ലൂട്ടൺ ടൗൺ കയറി വന്നു, അതേപടി താഴത്തേക്ക് പോയി, ലീഗ് വണ്ണിലേക്ക് പോയി എങ്കിൽ പോലും അവർ അഡ്മിനിസ്ട്രേഷനൊന്നും ആയില്ലെന്ന് തോന്നണം. പക്ഷെ പലപ്പോഴും ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സംഭവിച്ചേനെ. കാരണം പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വന്നാലും നല്ലൊരു എമൗണ്ട് കിട്ടും ക്ലബ്സിന്, പ്രൊമോട്ടഡ് ആയിട്ട് വരുന്ന ക്ലബ്സിന്. ടി വി മണിയും പ്രൊമോഷൻ മണിയെല്ലാം വെച്ച് നല്ലൊരു എമൗണ്ട് കിട്ടും. അത് ഉടനെ തന്നെ പൊടിച്ച് തീർക്കാൻ നോക്കി ലാസ്റ്റ് വിചാരിച്ചിടത്തൊന്നും ഫിനിഷ് ആവാതെ റെലിഗേഷൻ അടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ക്ലബ്സ് ഒരൊറ്റ എന്താ പറയുന്ന സിങ്കിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുപോലെയുള്ള ഒരു സിങ്കിങ്ങുകളുടെ നമ്പർ കുറഞ്ഞു അറ്റ് ദ വെരി ലീസ്റ്റ് ഇൻ പ്രീമിയർ ലീഗ് എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഓർമ്മയിൽ തന്നെ ഇപ്പൊ എടുക്കുവാണെങ്കിൽ ലീഡ്സ് യുണൈറ്റഡും പോർട്സ്മത്തും ഒക്കെ അങ്ങനെ പോയ ക്ലബ്സ് ആണ്. പണ്ട് ലീഡ്സ് സെയിം ഇപ്പൊ ഈ എന്താ പറയുക പൊട്ടൻഷ്യൽ റവന്യൂവിന് അഗെയിൻസ്റ്റ് ലോൺ എടുത്തിട്ടാണ് ലീഡ്സ് പണി കിട്ടിയത്. ലീഡ്സ് ഫിനാൻഷ്യൽ ട്രബിളിലായി, അഡ്മിനിസ്ട്രേഷൻ 1-2 വട്ടം പോയെന്ന് എനിക്ക് തോന്നുന്നത്, ലീഗ് 1 വരെ പോയി. അതുപോലെ തന്നെയാണ് പോർട്സ്മത്തും. അപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഫുള്ളി അല്ല, എന്നാലും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഔട്ട്സൈഡ് ദാറ്റ് ഒരിക്കലും ഇത് ഫെയർ പ്ലേ അല്ല. അതാണ് ഇതിന്റെ ഫസ്റ്റ്. ഇത് ഫെയർ പ്ലേ അല്ല. അതിപ്പോ ഇൻക്ലൂഡിങ് ലിവർപൂള്, ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണല്, സിറ്റി, ഇതുപോലെയൊക്കെയുള്ള ലൈക്ക് ബിഗർ ക്ലബ്സിനെ അവരെപ്പോഴും ദ റിച്ച് ഷാൽ സ്റ്റേ റിച്ച് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഫെയർ പ്ലേ അല്ല. പിന്നെ ലോവർ ക്ലബ്സ് കൊക്കിൽ ഒതുങ്ങാത്തത് കൊത്തി ലോവർ ക്ലബ്സ് ബസ്റ്റഡ് ആയി പോകുന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ചൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. അതന്നെയാ പോയിന്റ്. അതായത് ഐ തിങ്ക് PSR SCR വരുന്ന PSR അത് റിയലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം 3 yearsൽ 1.5 million ലോസ് എന്ന് പറയുമ്പോൾ പണ്ട് കുറച്ചും കൂടി ഓൾഡർ ഫാൻസിന് ഓർമ്മയുണ്ടാവും. ഐ തിങ്ക് സിറ്റി ഹാഡ് ദിസ് ഗായ് കോൾഡ് തക്സിൻ സിനവാട്ര എന്നൊക്കെ ഒരു തായ് ഓർഡർ വന്നു. ലൈക്ക് ലോട്ട് ഓഫ് ഓണേഴ്സ് യൂസ് ടു കം. അതായത് പ്രീമിയർ ലീഗിന്റെ ഒരു ഗ്ലോറിയും ഒരു ചാമ് കണ്ടിട്ട് ചുമ്മാ ക്ലബിനെ മേടിച്ചിട്ട് അവരുടെ വെൽത്ത് അതിനകത്ത് ഇടുക, എന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കും. അപ്പൊ അവരുടെ പൈസ എടുത്തിട്ട് പോകും. Then the club has to pay what they've done for the club. ആ ഒരു ഇഷ്യൂ ഈ ഒരു PSR കാരണം സോൾവ് ആയിട്ടുണ്ട്. അത് ഇറ്റ്സ് എ ഫെയർ പോയിന്റ്. കാരണം ഇപ്പം I have not heard in the last 10 years or so any club which has gone അല്ലെ. ബോൾട്ടൺ ഈ അടുത്ത് ആയോ എന്നൊരു ഓർമ്മയുണ്ട്. അതല്ലാതെ അത് പിന്നെ ലോവർ ലീഗ്സ് ആണല്ലോ. ലോവർ ലീഗ്സിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ നമ്മുടെ പ്രീമിയർ ലീഗിൽ നിന്ന് ഈ പറയുന്ന പ്രശ്നങ്ങൾ അധികം കാര്യമായിട്ട് കണ്ടിട്ടില്ല കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക്. അതെ. പിന്നെ ഐ തിങ്ക് സ്പെയിനിൽ റയൽ ഓവിയഡോ അല്ലെ, ദേ വെന്റ് ഇൻടു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് 5-6 years back ഐ തിങ്ക്. ഒരു സ്റ്റോറി ഉണ്ട്, ക്രൗഡ് ഫണ്ട് ചെയ്തിട്ട് അവർ തിരിച്ചു വന്ന കാര്യമൊക്കെ. അതൊരു 20 വർഷം 10-12 വർഷമായിരുന്നു. സാന്റി കതോർലയുടെ ക്ലബ്. ഇനിയിപ്പം SCR എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പറയേണ്ടിയിരിക്കുന്നു. SCR ഇസ് ആക്ച്വലി വെരി സിമ്പിൾ ടു എക്സ്പ്ലെയിൻ. നിങ്ങളുടെ ക്ലബിന് 500 million ആണ് നിങ്ങളുടെ വരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 85% അതിന്റെ നിങ്ങളുടെ സ്ക്വാഡിന് വേണ്ടി ചെലവാക്കും. വെരി സിമ്പിൾ. പക്ഷെ ഇവിടെ പ്രശ്നം നേരത്തെ മിത്രം പറഞ്ഞ വീണ്ടും ആ പ്രശ്നമാണ്. ഒരു ചെറിയ ക്ലബിന്റെ വരുമാനം 30 million ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവിടെ വരുമാനം എന്ന് പറയുമ്പം എല്ലാ വരുമാനവും കൗണ്ട് ചെയ്യാനും പറ്റില്ല. അതില് അതില് ഒരു ലിമിറ്റഡ്
ലൈക്ക് വെറുതെ ഒരാൾ ക്യാഷ് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു അതില് മാച്ച് ഡേ റവന്യൂ, ടിക്കറ്റ് സെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പ്ലെയർ സെയിൽസ്, പിന്നെ കൊമേഴ്ഷ്യൽ റവന്യൂ, ഫുട്ബോളിംഗ് റവന്യൂ. അപ്പൊ അത് കിട്ടുന്നതിന്റെ ഒരു 85% ഒരു ക്ലബിന് സ്പെൻഡ് ചെയ്യണം. അതിൽ ഡിസ്പാരിറ്റീനെ പറ്റി, അതായത് എന്തൊക്കെ കൺസേൺസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ക്ലബിന്റെ, ഒരു എല്ലാ മേജർ ക്ലബ്സിന്റെയും പുതുതായി വരുന്ന അംബിഷ്യസ് ആയിട്ടുള്ള ക്ലബ്സിന്റെ ഒക്കെ ഒരു മെയിൻ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ഒരു കോസ്റ്റ് പോയിന്റ് പ്ലേയേഴ്സിന് കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫീസ്, വേജസ്, ട്രാൻസ്ഫർ ഫീസ്, ഏജന്റ് ഫീസ് എല്ലാം. അതിലൊരു കൺട്രോൾ കൊണ്ടുവരാനാണ് SCR ശ്രമിക്കുന്നത്. അതായത് 85, ഇപ്പം 100 മില്യൺ കിട്ടുന്ന ഒരു ടീമിന്, ഇങ്ങനെ ഫുട്ബോളിന് റവന്യൂ കിട്ടുന്ന ടീമിന് 85 മില്യൺ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു കൊല്ലം. അത് ഏറ്റവും പ്രധാനം. ഇറ്റ്സ് നോട്ട് judging for the past. It's judging based on, okay, how much football revenue are you going to get for this year? Are you expecting this year? Ainde oru 85% if you breach that, appam fine okke real time, korchu real time monitoringum fine okke real time. 85% January and March and January transfer window close cheyumbo they will have a check. Avade thanne penalty varum if you are crossing that limit. Adilenne 85% you can spend on again player കോസ്റ്റ്, അതായത് വേജസ്, ട്രാൻസ്ഫർ ഫീസ്, എന്താണ് ഏജന്റ് ഫീസ് എല്ലാം. അപ്പോൾ ഇതിൽ പല പല ഇതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ 85% മുകളിൽ പോയി കഴിഞ്ഞാലും യു ഡോണ്ട് ഇൻസ്റ്റന്റ്ലി ഗെറ്റ് എ ഫൈൻ. അതിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ബഫർ പോലെ ഉണ്ട്. ഒരു 85 മുതൽ 115 വരെ ഒരു ബഫർ ഉണ്ട്. അതായത് 100 മില്യൺ ഉണ്ടാക്കുന്ന ഒരു ക്ലബിന് 115 വരെ ഒരു ബഫർ ഉണ്ട്. ആ ബഫറിന്റെ ഉള്ളിൽ എത്ര, ഇപ്പം 2%, 3%, 5% ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ആ 5% ഓഫ് ദ ഇൻക്രിമെന്റ്, അതാണ് അവർക്കൊരു ഫൈനായി കിട്ടുക. ചില ക്ലബ്സ് ഓക്കെ ഐ എം റെഡി ടു പേ ദ ഫൈൻ എന്ന് പറയുന്ന ക്ലബ്സ് ഉണ്ടാവും, അങ്ങനെ രീതിയിൽ. പിന്നെ ചില ക്ലബ്സ് പറയാം എന്താണ് പല രീതിയിൽ, ഇപ്പൊ ഏജന്റ് പേയ്മെന്റ്സ് ഒക്കെ വേറെ പല രീതിയിലും ഫണൽ ചെയ്തിട്ട് ചെയ്യുന്ന ക്ലബ്സും, അങ്ങനെ പല രീതിയിൽ ഇതിനെ ഓവർകം ചെയ്യുന്ന, സർക്കുമെന്റ് ചെയ്യുന്ന പല ഇൻസ്റ്റൻസസും ഇനി ഉണ്ടാവും. പക്ഷെ ഇതിൽ ചെറിയൊരു ഗുണം എന്താ വെച്ചാൽ, ഈ ക്ലബ്സ് ഈ 200 പേരെ, ഇപ്പം മാൻ യുണൈറ്റഡ് 200 പേരെ സാക്ക് ചെയ്യുക, കോസ്റ്റ് ലോസ് മാത്രമായിട്ട് വരുമ്പം പ്ലേയേഴ്സ് അല്ലാത്ത പ്ലെയർ എക്സ്പെൻഡിച്ചർ എഫക്ട് ചെയ്യാതെ ബാക്കി പല കാര്യത്തിലും കോസ്റ്റ് കട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇനി ക്ലബ്സ് ചെയ്യില്ല. അങ്ങനത്തെ കുറച്ച് എന്താണ് ഒരു കമ്മ്യൂണിറ്റീനെ എഫക്ട് ചെയ്യുന്ന ചോയ്സസ് ഇനി കുറയുമായിരിക്കും എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം. ഒന്നത്. പിന്നെ രണ്ട് എന്ന് പറഞ്ഞാൽ അംബീഷ്യസ് ആയിട്ടുള്ള ക്ലബ്സ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അരി പറഞ്ഞ പോലെ നേരത്തെ ബ്രെൻഫോർഡ്, ബോൺമത്ത്, ക്രിസ്റ്റൽ പാലസ് പോലത്തെ കുറച്ച് ക്ലബ്സ് ആണ് ഇതിനെതിരെ വോട്ട് ചെയ്തത്. കാരണം വെച്ചാൽ അവര് വെൽ റൺ ക്ലബ്സ് ആണ്, അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ അറിയാം. ലോസ് ഇല്ലാതെ നന്നായിട്ട് മാനേജ് ചെയ്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റും നോൺ ഫുട്ബോളിംഗ് കോസ്റ്റും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടിടക്കുന്നതുകൊണ്ടാണ് അവർക്ക് പ്രശ്നമില്ലാത്തത്. പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതില് ഇപ്പം വലിയ വലിയ ക്ലബ്സിന് മേ ബി ഓക്കെ ഐ എം റെഡി ടു പേ സം ഫൈൻ, അല്ലെങ്കിൽ ചില ക്ലബ്സിന് ഓക്കെ ഐ എം റെഡി ടു പേ സം ഫൈൻ, ഓർ 115 മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പോയിന്റ് ഡിഡക്ഷൻ ആണ്, 6 പോയിന്റ് ഡിഡക്ഷൻ. പിന്നെ ഓരോ 6.5 ഓരോ പോയിന്റ്, അങ്ങനെ ആണ് അതിന്റെ മുകളിൽ. അപ്പോൾ അങ്ങനെ ഓക്കെ ഈ കൊല്ലം ഞാൻ ഫൈൻ പേ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഐ വോണ്ട് സ്റ്റേ അപ്പ് സോ ഐ വിൽ ഡു എവറിത്തിങ്, അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. ഇതിൽ 85% ആണ് പ്രീമിയർ ലീഗ് ക്ലബ്സിനുള്ള ഒരു ഇത്. പക്ഷെ UEFA ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ക്ലബ്സിന് 70%. അപ്പൊ ചിലപ്പോൾ ഒരു ബിഗ് 6, ബിഗ് 9 ക്ലബ്സിന് അത് വേറെ രീതിയിൽ എഫക്ട് ചെയ്യുകയും ചെയ്യാം. ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു സീ ഹൗ ക്ലബ്സ് സോർട്ട് ഓഫ് വ്യൂ ദിസ്, ഹൗ ദേ പ്ലേ വിത്ത് ഇറ്റ്. കാരണം ഇതിനകത്ത് ഒരു ഇഷ്യൂ, അത് എല്ലാ ഇതിലും ഇഷ്യൂ ഉണ്ട്. പക്ഷെ ഈ റവന്യൂ ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ട്രാൻസ്ഫേഴ്സ്. റവന്യൂ എന്ന് പറയുന്ന സാധനം ഇസ് എ റിസ്ക്. കാരണം മാഞ്ചസ്റ്റർ സിറ്റി അല്ലെങ്കിൽ ഇവരുടെ റവന്യൂ എന്താണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്പോൺസർഷിപ്പ് ഡീൽസ്, ടിക്കറ്റ് റേറ്റ്സ്, ഇതൊക്കെ കുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പറയുന്നത് എക്സ്പാൻഷൻ, കമേഴ്ഷ്യൽ പാർട്ട്ണർഷിപ്പ്, ഷർട്ട് സ്പോൺസർഷിപ്പ്, മെർച്ചൻഡൈസ്, ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂ ഓക്കെ എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും. ഇന്ന് പ്രീമിയർ ലീഗ് എസ്പെഷ്യലി ദേ ആർ ഗുഡ് അറ്റ് ദാറ്റ് കമ്പയർഡ് ടു ലാ ലീഗ ആൻഡ് ജർമ്മൻ ലീഗ്സ് ഒക്കെ. പ്രീമിയർ ലീഗിൽ എല്ലാവർക്കും ഈക്വൽ കിട്ടുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഓൾസോ ഫെയർ എനഫ്, ഇറ്റ്സ് എ സ്പോർട്ടിംഗ്
ഇൻസെന്റീവ്. പക്ഷെ ബാക്കി കാര്യങ്ങളിൽ ഹൗ ഡു യു എനിക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ല ഈ ഒരു സിസ്റ്റത്തിൽ. അല്ല, ഇതിനകത്ത് ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ ഈ സിസ്റ്റർ കൺസേൺസിന് സെല് ചെയ്തിട്ട് അത് റവന്യൂവിൽ കാണിക്കുന്ന പരിപാടി പറ്റില്ല എന്നാണ് പറയുന്നത്. അതിനെതിരെയുള്ള റൂൾസ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് എനിക്കറിയില്ല. ഞാനതിന്റെ ലൈക്ക് ബ്രീഫ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് അത് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൂപ്പ് ഹോൾ ഒഴിവാവും. അതേപോലെ ഈ അമോർട്ടൈസ് ചെയ്യുന്നതിനും എന്തോ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട് അവർ. കോൺട്രാക്ട് ലെങ്ത് 5 years. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 9 year 10 year പരിപാടികൾ പറ്റില്ല, അതും സ്റ്റോപ്പ് ആവും. ഇനി അറ്റ് ദ വെരി ലീസ്റ്റ് ഈ കുക്കിംഗ് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും ഈ 9 year 10 year കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. അതായത് പിന്നെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അത് ഞാൻ മറന്നുപോയി. അതായത് സിസ്റ്റർ ക്ലബ്സിലേക്ക് മറ്റേ പ്ലേയേഴ്സിനെ സെല് ചെയ്യണ പരിപാടി. അതായത് ഇപ്പോ എന്താ പറയാ, സെയിം ഓണർക്ക് വേറൊരു ക്ലബ് ഉണ്ടാവും, ആ ക്ലബിലേക്ക് പ്ലേയേഴ്സിനെ സെല് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടി കൂടി നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ PSCRനകത്ത് അതും പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് സെക്കൻഡ് ക്ലബിനെ നോക്കണ പരിപാടി നിർത്തിയെന്ന് ഡൗട്ട് ഉണ്ട്. അല്ല, അത് ചാൻസ് ഉണ്ട് ചിലപ്പോ. അപ്പോ അങ്ങനെ കുറെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇനിയിപ്പോ പുതിയ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് വരും എന്നുള്ളത് കണ്ടറിയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് എൻഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഇതിനൊരു ബാലൻസ് എന്തെങ്കിലും തരത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അമേരിക്കൻ സ്പോർട്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അമേരിക്കൻ സ്പോർട്സ് അലമ്പാണെന്നുണ്ടെങ്കിലും അമേരിക്കൻ സ്പോർട്സിലുള്ള പോലെ സ്പെൻഡിങ് ക്യാപ്സും വേജ് ക്യാപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഈ പറയുന്ന പോലെ തോന്നിയ ദിവസം നിൽക്കുള്ളൂ. അതുവരെ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരും. എന്തൊക്കെ റൂൾ കൊണ്ടുവന്നാലും ആ റൂൾ ജമ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ ബ്ലാങ്കറ്റ് ആയിട്ട് സ്പെൻഡിങ് ക്യാപ്സ് വന്നാൽ മാത്രമേ ഇത് എന്താ പറയാ നമുക്ക് അപ്പൊ അതോടുകൂടി ഒബ്സീൻ എമൗണ്ടിലുള്ള ട്രാൻസ്ഫേഴ്സ് നിന്നോളും. അത് വേറെ വലിയ പോസിറ്റീവാണ്. ബേസിക്കലി വാട്ട് എവർ ബി ദി പ്ലെയർ എന്താ പറയുക, എത്ര നല്ല കളിക്കാരനാണെങ്കിലും ഈ പറയുന്ന നമ്മൾ തന്നെ ഇപ്പൊ കൊടുത്ത 125 million ഇതിനൊക്കെ ആൾക്കാരെ മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിഡിക്കുലസ്. അതെനിക്ക് തോന്നുന്നില്ല അത് ശരിയായ ഒരു ഇതാണെന്നുള്ളത്. അതത്ര പോകാൻ പാടില്ല. നേരത്തേക്ക് ഇതൊരു എന്താ പറയുന്നത്, ഇതിന്റെ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇൻഫ്ലേഷൻ അനുസരിച്ചായിരുന്നു ട്രാൻസ്ഫർ ഫീസിന്റെയും ഇൻഫ്ലേഷൻ. പക്ഷെ കഴിഞ്ഞ ഒരു 7-8 വർഷത്തിലുണ്ടായ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, മോസാലേക്ക് നമ്മൾ 34 million കൊടുത്തപ്പോഴത്തേക്കും അതൊരു ബിഗ് മണിയായിരുന്നു. ആക്ച്വലി നമ്മുടെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫർ എന്തോ ആയിരുന്നു ആൻഡി കാരോളിന് ശേഷം. അത് ഇപ്പൊ 34 million നമുക്കൊരു ബാക്കപ്പ് സെന്റർ ബാക്കിന് കിട്ടൂല. ഒരു ബാക്കപ്പ് ഗോൾ കീപ്പറെ ചിലപ്പോൾ കിട്ടിക്കോളും നിർബന്ധമില്ല. നമ്മുടെ ബാക്കപ്പ് ഗോൾ കീപ്പർ ആകുമ്പോൾ അതിനേക്കാളും കൂടി കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേറെ ഒരു ഇൻഡസ്ട്രിയിൽ ആ ഒരു ലെവലിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇൻഡസ്ട്രിയിൽ യുദ്ധം വന്നപ്പോ പെട്രോൾ പൈസക്ക് അത്ര ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഫുട്ബോൾ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് അല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു PR-ഉം ഇതിന്റെ ഒരു ബ്രാൻഡ് വിസിബിലിറ്റിയും ഈ സ്പോർട്സ് വാഷിംഗ് എന്ന് പറയുന്ന അതിലാണ് ആളുകളുടെ ശ്രദ്ധ. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് അത്രയും പൈസ ഫുട്ബോളിലേക്ക് വരുന്നതും ഓണർഷിപ്പ് വരുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. ഒരു PR ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഇതിന് ഗ്ലോബൽ അപ്പീൽ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം ബ്രാൻഡിന്, അങ്ങനത്തെ രീതിയിലാണ് ആളുകൾ കാണുന്നത്. അപ്പൊ അങ്ങനെ കാണുന്നതിന് ഇപ്പൊ കുറച്ചുകൂടി കുറച്ച് പ്രോഫിറ്റബിലിറ്റി മൈൻഡഡ് ആയ കുറെ പേര് വരും. അതില് അവര് ചിലര് നന്നായി റൺ ചെയ്യും, പലരും ഗോൾസ് വേറെയാണ്. പല ഓണേഴ്സിനും ഗോൾസ് വേറെ. അങ്ങനെ റൺ ചെയ്യുന്നതിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പൊ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പൊ ഹരി പറഞ്ഞ പോലെ ഇപ്പൊ ചിലര് കുഴപ്പമില്ല, പ്രോഫിറ്റബിലിറ്റി അല്ല എന്റെ ലക്ഷ്യം എന്ന് നോക്കുമ്പോൾ അവർ ഇൻഫ്ലേറ്റ് ചെയ്തോണ്ടിരിക്കും. അതേപോലെ ചില ക്ലബ്സ് still find unknown gems from Latin America, Africa, Asia and then still develop them, sell them for profit. അതിലൊരു ഡൈക്കോട്ടമി ഉണ്ട്. അത് എങ്ങനെ ഫുട്ബോളിനെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ SCR വഴി എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ല, ഈ റവന്യൂ ഒരു ക്രൈറ്റീരിയ വരുമ്പോ സെയിൽ വാല്യൂസ് കൂടുന്നത് ശരിക്കും അതുകൊണ്ടല്ലേ? I'm asking you, when you can record sales, ഇപ്പം let's say Nottingham Forest sold Elliot Anderson for 116 million. They can show 116 million in their books, which means അവരുടെ റവന്യൂ ഈ വർഷം 116 million ആയിട്ട് കൂടി. സോ ടെക്നിക്കലി
they will spend more. So it creates inflation. So basically ഒരു endless inflation cycle ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എലിയറ്റ് ആൻഡേഴ്സൺ റിപ്ലേസ് ചെയ്യാൻ അവർ മേടിക്കുന്ന ആള് will only sell because അവർക്കറിയാം ഇവരെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട്. അവിടെയാണ് ശരിക്കും അത് തന്നെയല്ല ഇത് ലോങ് ടേം ആണ്. കാരണം ഇത് എലിയറ്റ് ആൻഡേഴ്സൺ ബിഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും പെട്ടെന്ന് ഒരു നിമിഷം ഉണ്ടാവുന്നതല്ല. ഇപ്പം സിറ്റിന്റെ അടുത്ത് നിന്ന് ഓൾറെഡി മക്കറ്റീനെ കഴിഞ്ഞ കൊല്ലം നോട്ടിംഗം ഫോറസ്റ്റ് ഇങ്ങനത്തെ ഡീൽസ് ഒക്കെ there in the works for months or years. അത് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? there are people who are being paid millions working over it, how to circumvent this. ഈ ഒരു ഇൻഫ്ലേഷൻ വരുന്നത് തന്നെ ഒരു ഡീൽ ഒരു കൊല്ലം ചെയ്തിട്ട് അടുത്ത കൊല്ലത്തേക്കുള്ള വലിയ ഡീലിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന പല പല ക്ലബ്സ് ഉണ്ടാവും. അപ്പൊ അതിനെ ഒന്ന് കുറയ്ക്കാൻ SCRന് പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു കുറച്ചും കൂടി പ്രതീക്ഷ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു സ്മോളർ ക്ലബിന് 20,000 ആളുകളുള്ള ഇപ്പൊ ബ്രെൻഫോർഡ് ഒരു ക്ലാസിക് എക്സാമ്പിൾ. അവർക്ക് 20,000 ആളുകൾ എന്തോ പറ്റുള്ള ഒരു സ്റ്റേഡിയത്തിൽ അവര് സച്ച് എ വെൽ റൺ ക്ലബ്. അവര് buy well, they sell well. അവര് when they change the manager, the culture doesn't change. Team still performs very well. അങ്ങനത്തെ ഒരു ക്ലബിന് മാച്ച് ഡേസ് റവന്യൂ ഒരു പരിധി കൂടുതൽ കിട്ടൂല. അപ്പൊ അവര് ടോപ്പ് 4 കിട്ടിയിട്ടില്ല വിചാരിക്കുക. അപ്പൊ അവർക്ക് പ്രീമിയർ ലീഗിൽ നിന്നുള്ള ഒരു 100 to 150 million റവന്യൂ ഉണ്ടാവും. പക്ഷെ മാച്ച് ഡേ റവന്യൂ അവർക്ക് they still very far behind some of the bigger clubs. പക്ഷെ അവര് പ്രീമിയർ ലീഗിൽ കളിച്ചിട്ട് അവര് ഇപ്പൊ SCRൽ വരുന്ന വെച്ചാൽ ടോപ്പ് 4 ക്ലബ്സ് ടോപ്പ് 5 ക്ലബ്സ് ചാമ്പ്യൻസ് ലീഗ് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പൈസയും ഒരു കോൺഫറൻസ് ലീഗിൽ കളിച്ചാൽ യൂറോപ്പ ലീഗിൽ കിട്ടുന്ന ക്ലബ്സിന് കിട്ടുന്ന പൈസയും ഭയങ്കര വ്യത്യാസമാണ്. അപ്പം പ്ലേയിങ് എ കോൺഫറൻസ് ലീഗ് വുഡന്റ് ഗെറ്റ് യു ദാറ്റ് സോർട്ട് ഓഫ് മണി വിച്ച് ആർസണൽ മൈറ്റ് ഗെറ്റ്. ആർസണൽ എന്തോ 170 million ആ റേഞ്ച് ഒക്കെയാണ് പ്രാവശ്യം കിട്ടിയത്. അതിന്റെ 7 അടുത്ത കൊല്ലം ബ്രെൻഫോർഡിന് കോൺഫറൻസ് ലീഗ് യൂറോപ്പ ലീഗ് കളിച്ചാൽ കിട്ടില്ല. അവർക്ക് ഓൾറെഡി ചെറിയ സ്റ്റേഡിയമാണ്. അപ്പൊ അവർക്ക് ഇനി എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും? അവർ they have to be even more well run now. They are more challenged. അപ്പം അങ്ങനത്തെ ഡിസ്പാരിറ്റി വിൽ സ്റ്റിൽ റിമെയിൻ ആസ് ഈസ്. അപ്പം വലിയ ഈവൻ PSRൽ പോലും വലിയ സ്റ്റേഡിയത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ PSRന്ന് എനിക്ക് ഒന്ന് മാറ്റി വെക്കുക എന്തോ ചെയ്തിട്ടുണ്ട്. അത് വിഷയമല്ല. അതുകൊണ്ട് ഒരുവിധം കുറെ ക്ലബ്സ് ഒക്കെ വലിയ സ്റ്റേഡിയത്തിന് കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. കാരണം അത് സോ കോൾഡ് PSRന്റെ ടേംസിൽ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റ് ആണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്, ഇറ്റ് ഓൺലി ഇംപ്രൂവ് എ ക്ലബ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പം അതില്ലാത്ത ക്ലബ്സ്, പുതിയതായി വരുന്ന ക്ലബ്സിനൊക്കെ അത് പിന്നെ അഫക്ട് ചെയ്യും. ഹൗ അംബിഷ്യസ് ക്യാൻ സ്മോളർ ക്ലബ് ബി എന്നുള്ള രീതിയിലൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് വരും. It will be interesting to see how clubs view this, how they change their ownership, the way they own the club, the way they spend and all that. Basically equality. എനിക്ക് തോന്നണമെന്നറിയോ, ഇങ്ങനത്തെ റൂൾസ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ക്ലബ്സ് ഇപ്പോഴും മിത്രം പറഞ്ഞതിന്റെ ജസ്റ്റ് ഒരു വൺ ലൈൻ സമ്മപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ മെയിൻ ക്ലബ്സ് ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളെ കൗണ്ടർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ എക്സ്പേർട്സിനാണ്, ഫുട്ബോൾ എക്സ്പേർട്സിനല്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അത് ദ ഡേ ഇറ്റ് ബിക്കംസ് ഫുട്ബോൾ എക്സ്പേർട്സ് ഈ പ്രശ്നം കുറെ സോർട്ടഡ് ആവും. കാരണം ഒരു പുതിയ റൂൾ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ യൂസ് ചെയ്തിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ബുക്ക് കുക്കിങ്ങും എന്താ പറയുക പരിപാടികളും ഒക്കെ നടക്കുന്നത്. അതേസമയം ഇതിങ്ങനെയായി. അപ്പൊ നമുക്കിത് കുറച്ചും കൂടി ഇന്റലിജന്റ് ആയിട്ട് ഈ സാധനം കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിനകത്ത് ഇവർക്ക് കൊടുക്കണതിന്റെ ഒരു 100 പൈസ കൊടുത്താൽ മതിയാവും ചിലപ്പോ ആക്ച്വൽ പ്രോപ്പർ സ്കൗട്ട്സിന്. എന്നിട്ട് പ്രോപ്പറായിട്ട് സ്കൗട്ടിങ് പരിപാടികൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഫുട്ബോളിനും നല്ലതാണ്, പ്ലേയേഴ്സിനും നല്ലതാണ്, ക്ലബിനും നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഒബ്വിയസ്ലി എല്ലാരും നോക്കുന്നത് ഈസി വേ ഔട്ട് ആണല്ലോ. അതാണ് നമ്മൾ ഇതിന്റെ ഒരു ക്രൂരമായ ഒരു വെർഷൻ കണ്ടു ഇൻ യൂറോപ്യൻ സൂപ്പർ ലീഗ്. ഇതിന്റെ ഒരു അവസാനം അതാണ്. അതായത് യൂറോപ്യൻ സൂപ്പർ ലീഗ് ബേസിക്കലി എന്താണെന്ന് വെച്ചാല് റെലഗേഷൻ പരിപാടിയൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാ വർഷവും ഈ ടൂർണമെന്റ് കളിച്ചിട്ട് നമുക്ക് ഈ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു അമേരിക്കൻ സിസ്റ്റം അതാണ്. അമേരിക്കൻ സിസ്റ്റം ഒരു കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മൾ അടുത്ത കൊല്ലം വീണ്ടും വരും ആ സാധനം. ഫുട്ബോളിന്റെ ഒരു ബ്യൂട്ടി എന്താണ്? ഇറ്റ്സ് ദ പിരമിഡ് മോഡൽ. അതായത് 3rd ഡിവിഷൻ, 2nd ഡിവിഷൻ വന്നു, 1st ഡിവിഷൻ വന്നു, ആൻഡ് ദർ ഇസ് ജെപ്പർഡി ഓൾസോ. അതായത് ചാമ്പ്യൻസ് ലീഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടാണ് ടോപ്പ് 4 ബാറ്റിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അല്ലെങ്കിൽ ഇപ്പം ബോൺമത്ത് അല്ലെങ്കിൽ ഇവർക്ക്
യൂറോപ്യൻ ബാറ്റിൽ ഒരു ഇൻട്രസ്റ്റഡ് ആവുന്നത് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ മോഡൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബേസിക്കലി FFP, PSR, SCR ഒക്കെ മാറി മാറി വരുന്നത് ഒന്നും വർക്കാവാത്തത് കൊണ്ടാണ്, അതായത് എന്തോ ലൂപ്പ് ഹോൾസ് ഉള്ളത് കൊണ്ടാണ്. ബട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടു ഫ്ലോറന്റീനോ പെരേസിന്റെ ഇന്റർവ്യൂ, ലൈക്ക് ഈവൻ റയൽ മാഡ്രിഡ് ഇസ് അണ്ടർ പ്രഷർ, ലൈക്ക് റയൽ മാഡ്രിഡ് ഇസ് ത്രോയിങ് മണി അറ്റ് ഡയമണ്ട് ടു കൗണ്ടർ PSG, കാരണം അവർക്കിത് കമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ഇതാണ്. സോ എങ്ങനെയാണ് ഈ വലിയ ക്ലബ്സ് ആണെങ്കിലും വി സി ബാർസലോണ സ്ട്രഗ്ലിംഗ് വിത്ത് ദിയർ ഫിനാൻസസ് because they're trying to spend more than what they could just to be Barcelona. They don't want to come down. Normally അവർ ശരിക്കും ചെയ്യേണ്ടത് അവരുടെ അസറ്റ്സ് സെയിൽ ചെയ്തിട്ട് ഒന്നും കൂടി റീബിൽഡ് ചെയ്യും, പക്ഷെ അത് ചെയ്യില്ല. ലിവർ വലിച്ച് ഇങ്ങനെ പോവാണ്. സോ ബേസിക്കലി ഇതിന്റെ ഒരു എൻഡ് ഗെയിം എന്താണ്? ലൈക്ക് ആർ വി ഗോയിങ് ടു സീ 150 million 200 million പ്ലേയേഴ്സ് നെക്സ്റ്റ് വിൻഡോ? ലൈക്ക് എനി ഐഡിയ? സ്പെക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ബിക്കോസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ചുമ്മാ പറയുന്നത്, അതായത് ഒരു ഡയമണ്ട് ലിവർപൂൾ മേടിച്ചില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന ആൾക്കാർക്ക് ഒരു തവണ ദേഷ്യം വരുന്നില്ല, കാരണം ഹി ഈസ് നൗ ഗോയിങ് അറ്റ് 132 million ഇൻക്ലൂഡിംഗ് ഏജന്റ് ഫീസ് ആൻഡ് എവരിതിങ്. ഹി ഹാസ് പ്ലേഡ് 43 ഗെയിംസ്, സീനിയർ ഗെയിംസ്. സോ ഞാൻ പറയുന്നത് നെക്സ്റ്റ് വിൻഡോ ഇഫ് സംബഡി എൽസ് കംസ്, ഇത് 200 million ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ മറ്റ് ക്ലബ്സിന്റെ ആനുവൽ റവന്യൂ ആണ്. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ എൻഡ്? ലൈക്ക് ഒരു സസ്റ്റൈനബിൾ റവന്യൂ സോഴ്സ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു ക്ലബ്, ഈ ടോപ്പ് ക്ലബ്സിന് പോലും ഇത് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ ഹരിയും ഡിസ്കസ് ചെയ്ത് FSGക്ക് കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം കൊണ്ടുപോയി എന്നാണ് നമുക്ക് തോന്നിയത്. കാരണം നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇപ്പൊ നമ്മൾ ഇന്ന് നാളെ ബാർക്കോള വരണം എന്ന് പറയുമ്പോൾ പണ്ടത്തെ നമുക്കൊരു എക്സൈറ്റ് ഒന്നും ഇല്ല. കാരണം എന്താ, വി ആർ സ്പെൻഡിങ് 120-125 million ഓൺ എ പ്ലെയർ. നമുക്ക് ഏത് ക്ലബിന് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ വിൻഡോയിൽ കുറച്ചൊന്ന് പിടിച്ചിട്ടാണ്. അവരെ ഇതിന്റെ ഒരു മറുവശം കണ്ടതുകൊണ്ട് ദേ ആർ നോട്ട് സ്പെൻഡിങ് ഈ ഒരു ഇൻസെയിൻ കൊടുക്കുന്നില്ല. പക്ഷെ എവരിബഡി എൽസ് ഇസ് പേയിങ് ദ മിൻസ്. ഇതെന്താണ്? വേർ ഡു വി എൻഡ്? എനിക്ക് തോന്നുന്നിപ്പം ബിഗർ ക്ലബ്സ് ഓൾസോ, ഈവൻ ലിവർപൂൾ ഓൾസോ, ഇത് ഡിമാൻഡ് ഭയങ്കര പൈസ. ഇപ്പൊ ഒരു 19-year-old 20-year-olds ഇത്രയും പൈസ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫ്യൂച്ചർ വാല്യൂ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്ലബ്സ് ആർ ട്രൈങ് ടു ഫൈൻഡ് എ ബാലൻസ് ദാറ്റ് ദേ വാണ്ട് ടോപ്പ് പ്ലേയേഴ്സ് ഫോർ ഫ്യൂച്ചർ, പക്ഷേ ദേ വാണ്ട് ടു ബി സസ്റ്റൈനബിൾ. ദേ ആർ ഓക്കെ, ഒരു 2-3 കൊല്ലം കഴിഞ്ഞാലും എനിക്കിത് കൊണ്ടുപോയി വീണ്ടും 100 million ഓരോരോ പ്ലെയറിനെ വെച്ച് എല്ലാ സമ്മറിലും 300 million കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ദേ ആർ ട്രൈങ് ടു സ്ട്രൈക്ക് എ ബാലൻസ്. എനിക്കുണ്ട് ഇപ്പൊ നമ്മള് ലിവർപൂൾ തന്നെ ഇപ്പൊ കുറെ പേരെ അണ്ടർ 17 വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു കുറെ 16 മുതൽ 19 വയസ്സുള്ള കുറെ പ്ലേയേഴ്സിനെ വാങ്ങി. എനിക്ക് തോന്നുന്നു വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ഒരു ഫ്യൂച്ചറിൽ സക്സസ്ഫുൾ ആവും എന്നുള്ള പ്ലേയേഴ്സിനെ കുറച്ച് യങ്ങറായി വാങ്ങിയിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യണേ. ഇപ്പം ഒരു സസ്റ്റൈനബിൾ ആവണം എന്ന് വിചാരിക്കുന്ന ക്ലബ്സിന് പറ്റുള്ളൂ. അതായത് ഇപ്പം ബിഗർ ക്ലബ്സിന്റെ കാര്യമാണ്. സ്മോളർ ക്ലബ്സ് ലൈക്ക് ബ്രൈറ്റൺ, ബ്രെൻഫോർഡ് ഒക്കെ ദേ വിൽ ട്രൈ ടു ഫൈൻഡ് വാല്യൂ ഇൻ ദ മാർക്കറ്റ് സംഹൗ ബിക്കോസ് ദേ ക്യാൻ അഫോർഡ് ടു മേക്ക് മിസ്റ്റേക്സ്. But for a Liverpool or Real Madrid, it's more difficult to make mistakes. Our level, it's difficult to compete against PSG അല്ലെങ്കിൽ someone who has got bigger commercial deals. വലിയൊരു much bigger എന്താണ് സ്റ്റേറ്റ് ഓൺഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്സ് വഴി വലിയ കൊമേഴ്ഷ്യൽ ഡീൽസ് വെക്കുന്ന ക്ലബ്സിനോട് കമ്പീറ്റ് ചെയ്യണമെങ്കിൽ they would find a balance. ഒരു 2-3 players they'll buy for 100 million over a period of 2-3 years, but they'll spend a lot of money on 18, 19, 17, 16-year-olds who they can buy for smaller amount and they can loan them out and develop internally and then try to find that balance. ചില പ്ലേയേഴ്സിന് ഭയങ്കര പൈസ കൊടുത്ത് ചില പ്ലേയേഴ്സിന് ഫൈൻഡ് ദം യങ് അല്ലെങ്കിൽ ക്യാച്ച് ദം യങ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ they want ultimately bigger clubs want to become a super league അല്ലെങ്കിൽ they want to stay comfortably. They want to make money, they want to take all the fame, they want to take all the PR from football. They want to stay like okay kings of football എന്നുള്ള രീതിയിൽ നിൽക്കണം. പക്ഷെ at the same time ചെറിയ ക്ലബ്ബുകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവരെന്ത് കളിക്കും? ഫുട്ബോൾ കളിക്കാൻ ക്ലബ്സ് വേണ്ടേ? ചെറിയ ക്ലബ്സ് വേണ്ടേ? അതിന് പിരമിഡ് സ്ട്രക്ചർ വേണം. പിന്നെ ഇപ്പോഴും ഒരു ഫുട്ബോൾ ഒരു കമ്മ്യൂണിറ്റി ഗെയിമാണ്, ഇപ്പോഴും ഒരു ലാർജർ അപ്പീലുള്ള ഒരു കമ്മ്യൂണിറ്റി ഗെയിമാണ്. കുറച്ചും കൂടി യൂറോപ്യൻ
സൊസൈറ്റീസ് ഒക്കെ കുറച്ചും കൂടി ഇതിനൊരു സോഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് കാണുന്നതുകൊണ്ടാണ് ഇപ്പോഴും പിരമിഡ് സ്ട്രക്ചർ ഒക്കെ നിൽക്കുന്നതും യൂറോപ്യൻ സൂപ്പർ ലീഗ് ഒക്കെ വരാതിരിക്കുന്നു. പക്ഷെ അവർക്കിത് വേണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത്രയും ക്ലബ്സിനെ കൊണ്ടുവന്ന് സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാൻ കുറച്ചൊക്കെ റെഗുലേറ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും ഇന്റേണലി. ഇതിനെ ഒരു ബാലൻസ് കൊണ്ടുവരണമെങ്കിൽ ഇൻ ദ ലോങ് ടേം ഐ ബിലീവ് ദർ ഹാസ് ടു ബി an outside regulator who looks at football and then suggests good things to make it a community activity again, and less of a business than more of a community engagement which brings people together and makes it more sustainable. Going back to your point, Chris, ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി എങ്ങനെ കൊണ്ടുവരാം, അതിന് എത്രത്തോളം ഗ്രാനുലർ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ റെഗുലേഷൻസ് കൊണ്ടുപോയിട്ട് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിനെ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ക്ലബ്സിന്റെ ഇടയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു എക്സ്റ്റേണൽ റെഗുലേറ്റർ തന്നെ വേണ്ടി വരും. അത് വരുന്ന നമുക്ക് ഹോപ്പ് ചെയ്യാം. ആക്ച്വലി ഇംഗ്ലീഷ് പാർലമെന്റ് ദേ ബീൻ ട്രൈയിങ്, ബട്ട് പുഷ് ബാക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇൻ സ്പെയിൻ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ജർമ്മനി. ജർമ്മനിന്റെ മോഡൽ പിന്നെയും ബെറ്റർ ആണ്. അവിടെയും ഇതൊരു വൈഡ് ടോപ്പിക് ആണ് ആക്ച്വലി. വൈ ബയൺ മ്യൂണിച്ച് ആൻഡ് ട്രഡീഷണൽ അതർ ബിഗ് ക്ലബ്സ് ഫ്രം യൂറോപ്പ് കാൺ കമ്പീറ്റ് വിത്ത് പ്രീമിയർ ലീഗ് സ്മോളർ ക്ലബ്സ്. നമ്മളിപ്പോ ഇവിടെ സ്മോളർ ക്ലബ്സ് എന്നൊക്കെ പറയുമ്പോൾ ബോൺമത്ത് ഒക്കെ വാങ്ങിക്കുന്ന പ്ലേയേഴ്സിനെ ബയണെന്നും ഡോട്ട്മണ്ടെന്നും ഇന്റർ മിലാൻ എന്നൊക്കെയാണ് മേടിക്കുന്നത്. സോ അതൊരു വേറെ തന്നെ ടോപ്പിക്കാണ്. അത് ഐ തിങ്ക് വിൽ ഡു ഇറ്റ്. നേരത്തെ പറഞ്ഞത് പ്രീമിയർ ലീഗ് ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. എന്തുകൊണ്ടും എന്തൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും. അതെ. ഓക്കെ, മിത്രം പറഞ്ഞ പോലെ ഗ്ലോബൽ ഗെയിമിനെ കുറിച്ച് ഒരു ചെറിയൊരു സെഗ്മെന്റ് കൂടി ചെയ്ത് നമുക്ക് റാപ്പ് ചെയ്യാം. എന്താണ് ഹു വാണ്ട്സ് ടു എക്സ്പ്ലെയിൻ ദിസ്? ഇതിപ്പോ ക്യാൻസൽ ആയി, പക്ഷെ ഇതിന്റെ ഒരു റെപ്പർക്കഷൻസും ഇതിന്റെ ഒരു ആഫ്റ്റർ മാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഫ ഫോർവേഡ് എന്റർപ്രൈസ്, ബേസിക്കലി ജിയാനി ഇൻഫന്റീനോ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു ഐഡിയ അയാളുടെ ബുദ്ധിയിലോ അതോ ട്രംപിന്റെ ബുദ്ധിയിലോ ആരുടെയോ ബുദ്ധിയിലോ വന്നു. വേൾഡ് കപ്പിന്റെ ഒരു 21% അല്ലെ 21% അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവര് ആയിരിക്കും ഇനി ബ്രോഡ്കാസ്റ്റ്, സ്പോൺസർഷിപ്പ്, ടിക്കറ്റിംഗ്, ലൈസൻസിങ് എല്ലാം വേൾഡ് കപ്പ്, ഫിഫ നടത്തുന്ന എല്ലാ ടൂർണമെന്റിന്റെയും. പക്ഷെ പുള്ളി ഇൻഫന്റീനോ ചെയ്യുന്നത് വളരെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് 211 രാജ്യങ്ങൾക്ക് 40 മില്യൺ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ലൈക്ക് നമ്മളിപ്പോ വേൾഡ് കപ്പ് കഴിഞ്ഞേ ഉള്ളൂ. മിത്രന്റെ വ്യൂ വെച്ചിട്ട് എന്താണ് സോഷ്യലിസ്റ്റ്? ഇൻഫന്റീനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റിനെ അവരെ കാണാൻ കിട്ടും. അതെ, 40 മില്യൺ ഞാൻ തരുന്നു, എനിക്ക് ഒന്നും വേണ്ട, അയാൾക്കൊന്നും വേണ്ട. എന്നുവെച്ചാ എനിക്ക് തോന്നി ഇത് ഒരു US നടത്തിയ ഫുട്ബോൾ വേൾഡ് കപ്പ്, US കാനഡ മെക്സിക്കോ നടത്തിയ ഫുട്ബോൾ വേൾഡ് കപ്പ് ഇതിന്റെ ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ദേ ഇൻട്രൊഡ്യൂസ് so many changes to make more money that all of them worked. അവർക്ക് ഒപ്പോസിഷൻ ഉണ്ടായി. ഇപ്പം ഈവൻ US തന്നെ എന്താ കേസസും അതും ഇതൊക്കെ വന്നു, ഫാൻസിന്റെ കുറെ പ്രശ്നം ഉണ്ടായി, ഒക്കെ വന്നു. പക്ഷെ എന്തൊക്കെ നടന്നാലും they succeeded in their terms, at least they succeeded in making more money out of World Cup. അപ്പൊ അതൊരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ആയിരുന്നു ഇൻ എ വേ. എങ്ങനെ മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ല, അത് വേറെ കാര്യം. അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് സക്സസ് ആയിരുന്നു. ഞങ്ങൾ എപ്പോഴും എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെയല്ലേ. അപ്പോ അവര് ഏറ്റവും ഈസിയസ്റ്റ് വേ ടു എക്സ്പ്ലെയിൻ ഡൈനാമിക് ടിക്കറ്റ് പ്രൈസിങ്. അപ്പം അത് ഒരു മാച്ചിൽ കാണാൻ ഒരു ലെറ്റ്സ് സേ ഒരു 50,000 to 80,000 ഫാൻസ് ഉണ്ടാവും. വേൾഡ് കപ്പ് ഇസ് സച്ച് എ ഹ്യൂജ് സ്പെക്ടേറ്റർ സ്പോട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ US ഇസ് ടെക്നിക്കലി എ വെൽത്തി കൺട്രി. അവിടെ ഒരു വൺസ് ഇൻ എ വൈൽ ഒരു ഭയങ്കര ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കുമ്പം അവരുടെ ഒരു ഈഗോനെ ഒരു ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പം പീപ്പിൾ സ്പെൻഡ് മണി. അവർക്കറിയാം ദേ മെയ്ഡ് ദിസ് എ വെൽത്തി പീപ്പിൾ സ്പോട്ട്. അപ്പോൾ ദേ ഇൻക്രീസ് പ്രൈസസ് ഡ്രാസ്റ്റിക്കലി. നമ്മൾ യൂട്യൂബിലൊക്കെ ഈവൻ ടിക്കറ്റ് പ്രൈസ് എന്താ വേൾഡ് കപ്പ് ഫൈനലിന്റെ ടിക്കറ്റ് പ്രൈസ് $11,000 ഒക്കെയാണ്. അത് ഇപ്പൊ ഒരു സാധാരണ ചെറിയ രാജ്യത്തെ സംബന്ധിച്ച് ഈ $40 million ഒരു രാജ്യത്തിന് കൊടുക്കാനാണ് ഫോർ എ കൺട്രി ലൈക്ക് മേ ബി ഫിജി. $40 million വിൽ ട്രാൻസ്ഫോം. പക്ഷേ ഇറ്റ് ഈസ് ടു വിൻ എ വോട്ട്, അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് ഓഫ് ഇറ്റ് ഡെവലപ്മെന്റ് എന്നുള്ള വേറെ ക്വസ്റ്റ്യൻ.
അതെ. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇവര് ഈ ടിക്കറ്റ് പ്രൈസ് കൂട്ടുമ്പോൾ ഇത് ഈ എയർലൈൻ ടിക്കറ്റിംഗ് പോലെ അല്ലെ ഊബർ സർചാർജ് പോലെ ആകെ കുറച്ച് സീറ്റേ ഉള്ളൂ. ഇവർക്ക് അറിയാം അത്രയും ഡിമാൻഡ് ഉണ്ടാവും വരാൻ. ഈവൻ അത്രയും വിസ റെസ്ട്രിക്ഷൻസ് ഉള്ള US പോലും വിത്തിൻ US ആൻഡ് ഔട്ട്സൈഡ് ഓഫ് US ആളുകൾ വന്നിട്ടും $11,000, $10,000, $5,000, $6,000 ഒക്കെ ടിക്കറ്റ് കൊടുത്തിട്ട് കളി കാണാൻ ആളുണ്ടായിരുന്നു. ഈവൻ ഇഫ് ഇറ്റ് ഗോസ് ടു ദ വേഴ്സ്റ്റ്, ഒരു 1000 സീറ്റ് ഇല്ലാതെ പോയാലും അവരത് 200-300 വിറ്റ് കഴിഞ്ഞാലും അവിടെ ആളുകൾ ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദ ഹൈപ്പ് ഇറ്റ് ക്രിയേറ്റ്സ്. അപ്പൊ അതൊന്ന്. പിന്നെ അപ്പൊ അത്രയും പൈസ ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന അവർക്ക് മനസ്സിലായി. ഓൺ ആൻ ആവറേജ് ഖത്തർ വേൾഡ് കപ്പിൽ ഉണ്ടായതിന്റെ 2-3-4x ഒക്കെ ടിക്കറ്റ് കൊടുത്തിരുന്നു. പിന്നാണ് വേൾഡ് കപ്പ് പോയത്. ഒന്നത്. പിന്നെ രണ്ട് ക്ലാസിക് എക്സാമ്പിൾസ് ഹൈഡ്രേഷൻ ബ്രേക്ക്. ഖത്തർ വേൾഡ് കപ്പിന്റെ ടൈമിൽ എത്ര നമ്മൾ കേട്ടു, എന്താണ് ഖത്തറിൽ വേൾഡ് കപ്പ് സമ്മറിൽ നടത്താൻ പറ്റില്ല, അതാണ് ചൂടാണെന്നാണ്. ഖത്തറിൽ വിന്റർ വേൾഡ് കപ്പിൽ നടന്നു. ഖത്തർ വിന്റർ വേൾഡ് കപ്പിൽ നടന്നതിനേക്കാൾ ആവറേജ് ടെമ്പറേച്ചർ കൂടുതലായിരുന്നു US സമ്മർ വേൾഡ് കപ്പ് പല സ്ഥലത്തും. ഈവൻ ഇനി അങ്ങോട്ട് യൂറോപ്പിൽ കൂടും. ഹീറ്റ് വേവും അതും പ്രശ്നം, ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കൂടും. അപ്പോൾ ഹൈഡ്രേഷൻ ബ്രേക്സ് കൊണ്ടുവന്നു. ഹൈഡ്രേഷൻ ബ്രേക്സ് ഇസ് ഗുഡ്, നോട്ട് എ പ്രോബ്ലം. ഇഫ് ഇറ്റ് 30 seconds to drink water to hydrate themselves. Okay. അവര് അത് കൊമേഴ്ഷ്യലൈസ് ചെയ്തു. 3 minute ഹൈഡ്രേഷൻ ബ്രേക്സ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഹാഫ് ടൈം ഷോ, ഹാഫ് ടൈം 30 minute ഷോ ഇൻ വേൾഡ് കപ്പ് ഫൈനൽ. ഇവര് പല 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 രീതിയിൽ ഇതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് എവിടുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അവിടുന്നൊക്കെ പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഫിഫ ടെസ്റ്റ് ചെയ്ത്. എന്തൊക്കെ പ്രൊട്ടസ്റ്റ് അത് ഒപ്പോസിഷൻ ഉണ്ടായെങ്കിലും എല്ലാം നടന്നു. അവർ പൈസ ഉണ്ടാക്കുന്നത്. ഇനി അവര് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് അത്. They know that it's a money making institution and they've never looked at it as a money making institution till now to this level. പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് നന്നായി പോകുന്ന ഇത്രയും ഗ്ലോബൽ അപ്പീലുള്ള സോക്കോൾഡ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന അല്ലെങ്കിൽ ക്യാപിറ്റലിസം ടേംസിൽ കസ്റ്റമേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റിനെ അവര് എങ്ങനെ മാക്സിമം കൊമേഴ്ഷ്യലൈസ് ചെയ്യാമെന്നാണ് നോക്കും. അപ്പം വീണ്ടും ടിക്കറ്റ് പ്രൈസ് കൂട്ടും. ഇപ്പം പല പല രീതിയിൽ എവിടെയൊക്കെ പൈസ കൂടുതൽ ഉണ്ടാക്കാമോ അത് കൂടുതൽ ഉണ്ടാക്കും. അതാണ് ഫിഫയുടെ അൾട്ടിമേറ്റ് എയിം. അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി. ഇത് ഇപ്പൊ കൊടുക്കുന്നത് 20-25% ആയിരിക്കും. പക്ഷെ അതെന്താ ഉണ്ടാവുക, അത് പിന്നെ 25-30-40 പിന്നെ 50+ ആവും. അത് പിന്നെ അതൊരു 4-5 പേര് തീരുമാനിക്കുന്ന രീതിയിലായിരിക്കും. പിന്നെ ക്വാളിഫയേഴ്സ് ഒന്നും ഉണ്ടാവില്ല, അവര് തീരുമാനിക്കും ആരാണ് വരേണ്ടത്, എന്താണ് പറഞ്ഞാൽ യൂറോപ്യൻ സൂപ്പർ ലീഗ് പോലെ ഇതിനെ എങ്ങനെ അവർ മാറ്റും നമുക്ക് പറയാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ബിക്കം എ പ്രോഡക്റ്റ് വിച്ച് ദേ ക്യാൻ സെൽ ഫോർ മാക്സിമം പ്രോഫിറ്റ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം ലെസ് ഓഫ് എ പീപ്പിൾസ് ഗെയിം. അതെ, എനിക്ക് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ, വി ഹാവ് ടു ഡു ദിസ് അഗെയിൻ ബിഫോർ ഇൻ മൈ ടൈം എന്നാ പുള്ളി പറഞ്ഞത്. അത് പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ അല്ല അണ്ടർ ദീസ് റൂൾസ്. പക്ഷെ ഇങ്ങനെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും വേൾഡ് കപ്പ് ആയിക്കോട്ടെ, അതിലിപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ. Nobody cares about player welfare now. They will play. Player might have to play after match. അല്ലെങ്കിൽ they'll be telling clubs, okay, you have 40 player squads, rotate as much as you want, but I will have as many tournaments as I can. അതെ ഹരി, അതായത് UEFA ഇതിനെ എന്താണ് നഖശികാന്തം എതിർത്തു എന്ന് പറയുന്നു. പക്ഷെ അവർക്ക് ചാമ്പ്യൻസ് ലീഗിന്റെ വാല്യൂ പോകാൻ താല്പര്യമില്ല. ഇതിന്റെ എൻഡ് ഫിഫ വാണ്ട്സ് ടു, അതായത് ഇതിപ്പം കുറച്ച് വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. ഫിഫ വാണ്ട്സ് ദ സ്ലൈസ് ഓഫ് ദ ക്ലബ് കേക്ക്. അതായത് അവര് ക്ലബ് വേൾഡ് കപ്പ് നടത്തി, ക്ലബ് ഗെയിം ആണ് ടോപ്പ്. അത് ശരിക്കും എല്ലാവർക്കും ഇപ്പം കേരളത്തിലെ ഓഡിയൻസിന് മാറി അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ക്ലബ് ഗെയിം ഇസ് ദ പിനക്കിൾ ഓഫ് ഫുട്ബോൾ നൗ. ഇറ്റ്സ് നോട്ട് വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് ഇസ് എ ഫെസ്റ്റിവൽ. വേൾഡ് കപ്പ് ഇസ് വെർ എവരിബഡി കംസ് ആൻഡ് പ്ലേസ്. അതിലേക്കൊരു ഇൻട്രൂഷൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു കാര്യം. ഇതിൽ 2-3 കാര്യം എനിക്ക് തോന്നിക്കുന്ന 2-3 ഫാക്ടേഴ്സ് ഞാൻ പറയാം. ഒന്ന്, ഇതിപ്പോ കൺഫേം ആയോ ഈ വിഡ്രോ പരിപാടി? ഒഴിവാക്കി. ഓക്കെ. അതില് ബേസിക്കലി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യൂറോപ്പ് ഇല്ലാതെ എന്തായാലും വേൾഡ് കപ്പ് നടത്താൻ പറ്റില്ല. യൂറോപ്പ് ഇല്ലാതെ വേൾഡ് കപ്പ് നടത്തി കഴിഞ്ഞാൽ കാണാൻ ആളുണ്ടാവില്ല. അർജന്റീനയും ബ്രസീലും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ബാക്കിയുള്ള നേഷൻസ്, ബാക്കി പ്ലേയേഴ്സ് എല്ലാം യൂറോപ്പിലാണ്. അപ്പോൾ യൂറോപ്പില്ലാതെ നടത്താൻ പറ്റില്ല. അപ്പൊ യൂറോപ്യൻ പ്രഷർ ഈസ് എ തിങ്. അത് ഇനിയിപ്പോ അവർക്ക് ലൈക്ക് അവർക്കൊരു അരമനസ്സുണ്ടെങ്കിൽ പോലും ഈ ഫാൻസ് എന്ന് പറഞ്ഞ സാധനം, അതിപ്പോ മിത്രൻ പറഞ്ഞ
ഒരു ഫാക്ടർ ഇതിനകത്ത് ഉണ്ട്. ഇവർ എത്രയൊക്കെ ഡിസ്റിഗാർഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇപ്പൊ അങ്ങനെയല്ല, കാഴ്ചക്കാർക്ക് അഫോർഡബിൾ അല്ല എങ്കിൽ പോലും ഈ ഫുട്ബോളിന്റെ റൂട്ട്സ് കിടക്കുന്നത് അതൊരു വർക്കിംഗ് ക്ലാസ് ഗെയിമാണ്. അതിലാണ് ഇപ്പൊ നമ്മളിപ്പോ UK ഇപ്പൊ എന്തുകൊണ്ടാണ് സൂപ്പർ ലീഗ് ഇവർക്ക് വിത്ഡ്രോ ചെയ്യേണ്ടി വന്നത്? എന്നെങ്കിലും ഒരു ഇത്രയും വലിയ എന്താ പറയുന്നത് ബിഗ് ബിസിനസ്മാൻ ക്യാപിറ്റലിസ്റ്റ് ഒരു ഓവർനൈറ്റ് അവരുടെ ഇത്രയും വലിയൊരു ലോങ് ടൈം പ്ലാന് അവർക്ക് അബോട്ട് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പീപ്പിൾസ് പവർ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പൊ ഞാനിപ്പോ എനിക്ക് കൂടുതൽ അറിയാവുന്നത് ഇംഗ്ലീഷ് ക്ലബ്സിനെ കുറിച്ച് ആയതാണ് ഞാൻ പറയാം. ഇംഗ്ലീഷ് ക്ലബ്സിൽ ചെൽസി ഒഴിച്ചു കഴിഞ്ഞാൽ ഇവൻ സ്റ്റേറ്റ് ഓൺഡ് മാഞ്ചസ്റ്റർ സിറ്റി പോലും അവരുടെ കോർ ഫാൻ ബേസ്, അതായത് ഞാൻ പറയുന്നത് ഇപ്പോ സക്സസ് കിട്ടിയതിന് ശേഷം ഇൻക്ലൂഡിങ് അസ്, ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ ആ ഒരു ബേസിക് കോർ ഫാൻ ബേസ്. ഇപ്പൊ ലിവർപൂൾ ആണെങ്കിൽ മെഴ്സി സൈഡിലുള്ളതും കുറച്ച് ഐറിഷും ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, അവരെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി വർക്കിംഗ് ക്ലാസ് ആൾക്കാരാണ്. അവരുടെ ആ ഒരു ഫാൻ ബേസ്, അതിപ്പോ യുണൈറ്റഡ് ആണെങ്കിലും അതെ, സിറ്റി ആണെങ്കിലും അതെ, ടു ആൻ എക്സ്റ്റെന്റ് ആഴ്സണൽ ആണെങ്കിലും അതെ, ലിവർപൂൾ ആണെങ്കിലും അതെ ആണ്. അപ്പോൾ അതിൽ ചെൽസി മാത്രമേ കുറച്ചൊരു എക്സെപ്ഷൻ ആയിട്ടുള്ള ഒരു ക്ലബ് ഉള്ളൂ. അപ്പോൾ ഇവര് ഇതിനെ എന്താ പറയുക ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് അവരുടെ ക്ലബ്ബ് ജയിക്കണം എന്നുണ്ട്, പക്ഷെ അവരുടെ ക്ലബ്ബ് ഫൈറ്റ് ചെയ്ത് ഒരു കോമ്പറ്റീഷനുള്ളിൽ ജയിക്കണം എന്നുള്ളതാണ് അവർക്ക് താല്പര്യം. അല്ലാതെ ചുമ്മാ ജയിക്കുക എന്നുള്ളത് ഒരിക്കലും അവരുടെ ഒരു പാർട്ട് ഓഫ് ദി ഇന്റൻഷൻ അല്ല. അതുകൊണ്ടാണ് സൂപ്പർ ലീഗിനെതിരെ അത്രയും പ്രൊട്ടസ്റ്റ് വന്നത്. സോ ഈ കോർ ഫാൻ ബേസിന് നഷ്ടമായി കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലോബൽ TV വ്യൂ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഗെയിം പോയി അവിടെ. അപ്പോൾ അത് ഇവർക്കറിയാം. അപ്പോൾ അതൊരു വലിയ ഫാക്ടറായിട്ട് അത് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ ലീഗ് എനിക്കൊരു റീസെന്റ് ഫ്യൂച്ചറിലൊന്നും അത് ഫ്രൂട്ട്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂപ്പർ ലീഗോ അതുപോലെ എന്തെങ്കിലും പാരലൽസ് ആണോ ഒരു റീസെന്റ് ഫ്യൂച്ചറിൽ അത് ഫ്രൂട്ട്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്യൂർലി ഡ്യൂ ടു ഫാൻ പവർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഫാൻ പവർ ഒരു എല്ലാ രാജ്യങ്ങളിലും അതുപോലെയൊക്കെ തന്നെയാണ്. എനിക്ക് അതിൽ മാഡ്രിഡ് ആൻഡ് ബാഴ്സ ഫാൻസ് മാത്രമേ ചിലപ്പോൾ വ്യത്യാസമുള്ള ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ബിഗ് ക്ലബ്സ് ആണെങ്കിലും സ്മോൾ ക്ലബ്സ് ആണെങ്കിലും ഒരേപോലെ ദേ വാണ്ട് ടു സീ ദർ ടീം കമ്പീറ്റ്, അല്ലാതെ ദേ ഡോണ്ട് വാണ്ട് ടു സീ ദർ ടീം ഗെറ്റ് വോക്ക് ത്രൂസ്. അത് ഇപ്പൊ നമുക്ക് സിറ്റിക്കെതിരെ 115 ചാർജ് വന്നു. 115 ചാർജ് വന്നപ്പോൾ ചിലപ്പോൾ സിറ്റിയുടെ 1-2 ടൈറ്റിൽ സ്ട്രിപ്പ് ഓഫ് ചെയ്യുന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്ട്രിപ്പ് ഓഫ് ചെയ്യുകയാണ് ചിലപ്പോൾ ടൈറ്റിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്ത് ലിവർപൂളിലാണ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ടൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരേഡ് നടത്തും? ഇല്ലല്ലോ. അത് നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്തെങ്കിലും. കണക്ക് കാണിക്കുമ്പോഴത്തേക്കും 18-20 എന്നുള്ളടത്ത് 22 ആക്കാന്നുള്ളതല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു ഫാൻ അതിന്റെ ചില ഒരു ബിയറെങ്കിലും ആരെങ്കിലും പോയി കുടിക്കുമോ ഒരു ടൈറ്റിൽ കിട്ടിയെന്നും പറഞ്ഞിട്ട്? ഇല്ലല്ലോ. കാരണം അതല്ലല്ലോ സ്പോർട്സ് ആൻഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ആണല്ലോ. സോ ഫാൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ആസ് ലോങ് ആസ് there is no competition, they won't be interested. So as long as there are no fans, they won't be able to proceed with it. അതാണ് എനിക്ക് തോന്നുന്നത്. അവര് ശ്രമിക്കും, മാക്സിമം ശ്രമിക്കും. അവർ ഡിസ്ഗൈസ് ഒക്കെ ചെയ്ത് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാനൊക്കെ നോക്കും. പക്ഷെ പൊതുവെ ഫുട്ബോൾ ഫാൻസ് അത്യാവശ്യം ബുദ്ധിയുള്ളവരാണ്. അപ്പോ അത് അത്ര പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇതിന്റെ സൊല്യൂഷൻ. അതാണല്ലോ മിത്ര, അതായത് ഫാൻസ് സംഘടിക്കുക, സപ്പോർട്ടേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റ്. ശരിക്കും അത് ഫുട്ബോളിലൊരു സത്യം പറയാൻ ഭയങ്കര പോസിറ്റീവ് അല്ലേ? ഇത്രയും എന്താ പറയുന്നത്, റിയൽ മാഡ്രിഡ്, ഫ്ലോറന്റീനോ പെരസ്, ജോൺ എൻട്രി, അതുപോലെ ലൈക്ക് അത്രയും ലോകത്തിലെ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള 500 ആൾക്കാരിലെടുത്താൽ അവർ പല ആൾക്കാരും ഇതിനകത്തുണ്ട്. അവരെല്ലാരും കൂടി വർഷങ്ങളായിട്ട് ഇൻ ദ മേക്കിംഗിൽ ഇരുന്ന് ആലോചിച്ചുണ്ടാക്കിയ ഒരു ഗ്രാൻഡ് പ്രോജക്ട്, അവരുടെ ഡ്രീം പ്രോജക്ട്. ആ പ്രോജക്ട് അതെ അതാ പറഞ്ഞത്, അത്ര സീക്രട്ടീവ് ആയിട്ട് വെച്ച് അനൗൺസ് ചെയ്തൊരു സാധനം ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് അബോർട്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് തന്നെയാണത്. അത് ആ ഒരു ഫാൻ പവർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര അച്ചീവ്മെന്റ് തന്നെയാണ്. അത് ഈ പരിപാടി നടക്കില്ല. ഈ FFPന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചില്ല. 2 days of backlash and Infantino had to backtrack. ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞത് ആൾക്കാർ ക്ലിയാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ 21% മേടിക്കാൻ ഇരുന്നത് ജോഷുവ കുഷ്ണർ എന്ന ഒരാളാണ്. ഇയാള് ബേസിക്കലി ഇസ് ദ ബ്രദർ ഓഫ് ഡൊണാൾഡ് ട്രംപ്സ് സൺ-ഇൻ-ലോ. സോ ബേസിക്കലി അവിടെ മൊത്തമായിട്ട് അങ്ങ് 21% കൊടുക്കാനായിരുന്നു പ്ലാൻ. ട്രംപ് കണ്ടിത് കൊള്ളല പരിപാടി, എല്ലാവർക്കും താല്പര്യമുണ്ട്, എല്ലാ കൊല്ലവും നമുക്കിത് വേണം. ബിക്കോസ് അമേരിക്കൻ ബിസിനസ്മെൻ തിങ്ക് ലൈക്ക് ദാറ്റ്. അവർക്ക് എല്ലാ വർഷവും ഒരു സൂപ്പർ ബോൾ ഉണ്ട്, അവരുടെ എല്ലാ വർഷവും വേൾഡ് സീരീസ് ഉണ്ട്. അത് ചിക്കാഗോ മറ്റേ ന്യൂയോർക്കും ബോസ്റ്റണും വെച്ച് കളിക്കും വേൾഡ് സീരീസ്. അപ്പോ എനിവേ
a lot of topics today. കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി നമ്മളെല്ലാവരും. പക്ഷെ ഐ തിങ്ക് ഏകദേശ ധാരണ, അതായത് ചെറിയ ചെറിയ സംശയങ്ങൾക്കെങ്കിലും ഒരു ഉത്തരം തരാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇത് ഒരു ക്ലബിനെതിരെയോ അല്ലെങ്കിൽ ഒരു ടീമിനെതിരെയുള്ള സാധനമല്ല. നമ്മൾ ഫുട്ബോൾ കാണുന്ന എല്ലാവർക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ, ഫെയർ അല്ലാത്ത ഫെയർ പ്ലേ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നാളെ, അതായത് ലിവർപൂൾ ഫാൻസിന് അറിയാം 2021 ജനുവരിയിൽ നമ്മൾ അനുഭവിച്ച ഒരു ടെൻഷൻ, അതായത് ക്ലബ്ബ് ഇല്ലാണ്ടാവോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈവൻ ചെൽസി ഫാൻസ് നോ, റോമൻ പോയപ്പോ ഇപ്പം യെസ്റ്റർഡേ വി ഹേർഡ് ദ ന്യൂസ് ദാറ്റ് പഴയ ഇഷ്യൂസിന്റെ ദേ ഹാഡ് എ സസ്പെൻഡഡ് സെന്റൻസ്. സോ ഓണേഴ്സിനെ എപ്പോഴും വി ഹാവ് ടു മേക്ക് ദം ഫീൽ അക്കൗണ്ടബിൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ that there is no football without fans അത് പറഞ്ഞ പോലെ. So we are talking about the football in general because ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇല്ലാണ്ട് എന്ത് ലിവർപൂൾ ഇല്ലാണ്ട് എന്ത് എവർട്ടൺ ഇല്ലേ, റയൽ മാഡ്രിഡ് ഇല്ലാണ്ട് എന്ത് ബാഴ്സലോണ. അപ്പോൾ എല്ലാ ക്ലബും എല്ലാ ടീമും ഇതുപോലെ പോകണമെങ്കിൽ there needs to be more fair play, there is financial എന്താണ് പറയാ, responsibility, yes, fan responsibility, financial responsibility വേണം. I think we'll come with a new topic, hopefully a little bit more funny, less simpler topic to discuss next time. Thank you so much. Thank you Mitran, thank you Hari. നമ്മൾ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ശ്രമിച്ചു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.